കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ തിരുവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. ദൈവത്തിന്റെ വചനത്തോട് എപ്പോൾ അടുത്ത് വന്നാലും ദൈവവചനത്തോട് പുലർത്തുന്ന ഒരു മനോഭാവത്തെ കുറിച്ച് തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവചനത്തിൽ ദൈവവചനത്തോട് നമ്മൾ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വളരെ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, തിരുവചനത്തെ നമ്മൾ എങ്ങനെ സമീപിക്കണം. പൗലോസിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ഏറ്റവും കൃത്യമായിട്ട് തിരുവചനത്തെ സമീപിച്ച ആളുകൾ ബെരോബയിലുള്ളവർ. ബെരോബയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പൊ തന്നെ ഞാൻ ബെരോബക്കാരുടെ പ്രത്യേകതകൾ പറയുന്നില്ലെങ്കിലും തെസ്സലോനിക്കക്കാരുടെ 1-2 പ്രത്യേകതകൾ നിങ്ങളെ ഓർമ്മിക്കാം. പൗലോസ് തെസ്സലോനിക്കരുടെ ഇടയിൽ പ്രസംഗിച്ചപ്പോൾ അവർ തിരുവചനത്തോട് കാട്ടിയ ആ ഒരു ആത്മാർത്ഥതയെ കുറിച്ച് അപ്പോസ്തലൻ തന്നെ പറയുക, ഞങ്ങൾ പ്രസംഗിച്ച തിരുവചനം നിങ്ങൾ കേട്ടു. എന്താ ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് പോലെ ഇരുന്ന അതെനിക്കറിയാം. കേൾക്കുന്നത് പോലെ ഇരിക്കാൻ നമ്മുടെയൊക്കെ അത്രയും മിടുക്കുള്ള ഒരു ലോകത്തിൽ വേറെ ആരും ഇല്ല. ഞങ്ങളുടെ സഭയിൽ ഈ കോവിഡിന് മുമ്പ് ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ഈ കാലത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാരെയാണ് ശുശ്രൂഷയ്ക്ക് വിളിച്ചത്. ഭൂരിഭാഗം ആളുകളെ ഞാൻ തന്നെയാണ് വിളിച്ചത്. പക്ഷെ ഒരു ദിവസം ഞാൻ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ശുശ്രൂഷകനാണെന്ന് തിരുവചനം പറയുന്നത്. എന്നാൽ ഞാൻ കൊടുത്ത ഒരു മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് എനിക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. പ്രസംഗിക്കാൻ പോയിട്ട് എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ പാസ്റ്ററെ ആ പ്രസംഗം. പക്ഷേ ഞാൻ അവിടെ പോയി ഒരു പരുവത്തിലൊക്കെ പ്രസംഗിച്ച് തിരിച്ചു അപ്പോഴത്തേന് പാസ്റ്റർ ഇവിടുന്ന് പോയി. ഞങ്ങളുടെ ദൈവമക്കളൊക്കെ അവിടെ കൂടി നിൽക്കും. ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്? എന്നാൽ എന്നോട് അവർ പറഞ്ഞു, പാസ്റ്ററെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു, പാസ്റ്റർക്ക് ഭയങ്കര നഷ്ടമായി പോയി, വരേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനകത്ത് ഞാനൊരു അച്ഛാന് നല്ല ആത്മീയാണ്. പുള്ളിയോട് ഞാൻ ചോദിച്ചു, അച്ഛാ മെസ്സേജൊക്കെ അയ്യോ എന്റെ മെസ്സേജ് ആയിരുന്നു പാസ്റ്ററെ. ഞാൻ ചോദിച്ചു എന്തായിരുന്നു പ്രസംഗിച്ചത്? അത് ഭയങ്കര മെസ്സേജായിരുന്നു. ഞാൻ ചോദിച്ചു അതല്ലേ ചോദിച്ചു എന്താ പ്രസംഗിച്ചേ? എന്നാലും പറഞ്ഞു ഭയങ്കര ആഴമുള്ള വിഷയമാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. ഞാൻ ചോദിച്ചു അതല്ല, ഞാൻ ചോദിച്ചു എന്തായിരുന്നു വിഷയം? അന്നേരം പുള്ളി പറയാ, ഓ അതൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ആഴമുള്ള വിഷയമാണ് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? എല്ലാം കൊള്ളായിരുന്നു, ഇതൊന്നും കേട്ടിട്ടില്ല. സ്വന്തം ഈ എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ട് വിടുതലൊന്നും കിട്ടത്തില്ല. ഇവിടെ ഓഡിറ്റോറിയം ഒരുക്കിക്കൊണ്ടോ മൈക്ക് വെച്ചോണ്ടോ പാട്ട് കേട്ടോണ്ടോ പ്രസംഗിക്കാനായിട്ട് പൗർഷനി പ്രസംഗിക്കുന്ന പാസ്റ്ററെ വിളിച്ചോണ്ടോ ഒന്നും വിടുതൽ കിട്ടത്തില്ല. ദൈവത്തിന്റെ ഒരു സ്പർശനം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആര് വന്നാലും ആര് പറഞ്ഞാലും ആര് നിന്നാലും ഒന്നാമത് വചനം നമ്മൾ കേൾക്കണം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നത് പോലെ ഇരിക്കണമെന്നല്ല, പറഞ്ഞേ കേൾക്കണം. പൗലോസ് പറയാ, ഞങ്ങൾ പ്രസംഗിച്ചതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? കേട്ടു. അപ്പം ഈ ആരെക്കാട്ടിലും പ്രസംഗിക്കുന്ന ആളിന് അറിയാം എത്ര പേരിത് കേൾക്കുന്നുണ്ടെന്നുള്ളത്. നിങ്ങളുടെ എല്ലാ മുഖത്ത് നോക്കിയാൽ നിങ്ങൾ പ്രസംഗിക്കും. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, ഉഴപ്പിയിരിക്കരുത്. കേൾക്കാനുള്ള മനസ്സോട് എന്ത് ചെയ്യണം? ഇരിക്കണം. മാസ്റ്റർ എല്ലാം എന്നോട് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ മീറ്റിംഗ് ആണ്, പക്ഷേ ഹൃദയം കൊണ്ട് ദൈവജനം ഇഷ്ടപ്പെടുന്ന ദൈവമക്കളാണെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞുകൊണ്ടാ ഞാനിവിടെ വന്നത്. മാസ്റ്റർ വിളിച്ചപ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹവും തോന്നി, അതുകൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുക, കേൾക്കുന്നത് പോലെ ഇരിക്കരുത്, വചനം എന്ത് ചെയ്യണം? കേൾക്കണം. ഇനി 2-ാമത്തെ കാര്യം പറയാം, മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് അതിനെ കൈക്കൊണ്ടതിനാൽ. അപ്പം 2-ാമത്തെ കാര്യം എന്തോ ചെയ്യണം? പറഞ്ഞേ പ്രിയപ്പെട്ടവരെ, കൈക്കൊള്ളണം. റാമിന്ന് വന്ന പാസ്റ്റർ പ്രസംഗിച്ചെന്നും പറഞ്ഞ് എല്ലാം അങ്ങ് വെട്ടി വിഴുകരുത്. ഇത് മനുഷ്യൻ പറയുന്നതാണോ അതോ ദൈവത്തിന്റെ ആലോചനയാണോ എന്ന് ഒന്ന് വിവേചിച്ച് എന്ത് ചെയ്യണം? പറ, കൈക്കൊള്ളണം.
ആ പാസ്റ്റർ തരക്കേടില്ലാതെ വചനം പറയുന്ന ആൾ, അതുകൊണ്ട് പുള്ളി പറയുന്ന എല്ലാം വേദവാക്യാക്കല്ല്. ഇത് മനുഷ്യന്റേതാണോ ദൈവത്തിൻ്റെതാണോ എന്ന് ഒന്ന് ശോധന ചെയ്തിട്ട് വേണം ഇത് കൈക്കൊള്ളാൻ. എന്താ കൈക്കൊള്ളുന്നതിന്റെ തെളിവ്? കൈക്കൊണ്ടതിനാൽ ഓരോ 5 മിനിറ്റിലും കൃത്യമായിട്ട് ഞങ്ങൾ കോട്ടുവാവിട്ടെന്നാണോ ഇവിടെ വായിക്കുന്നത്? അല്ല, കൈക്കൊണ്ടതിനാൽ ഇടവിടാതെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവവചനം കൈക്കൊള്ളുന്ന പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത, അവരറിയാതെ അവരുടെ അന്തരാത്മാവിൽ നിന്ന് ദൈവത്തിന് സ്തുതി വരുവാനിടയായിത്തീരും. അപ്പൊ പരപ്രേരണ കൂടാതെ, നിർബന്ധം കൂടാതെ വചനം സ്വീകരിക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒന്നാമത് കേൾക്കണം, രണ്ടാമത് കൈക്കൊള്ളണം. ഇനി മൂന്നാമത്തെ കാര്യം പറയുക, വിശ്വസിക്കുന്ന നിങ്ങൾ. അപ്പൊ പ്രസംഗിക്കുന്ന ആളിനെക്കാട്ടി ഉത്തരവാദിത്തം കേൾക്കുന്നവർക്ക് എന്തൊക്കെയാ? ഒന്നാമത് ഇത് കാതു തുറന്ന് കേൾക്കണം, രണ്ടാമത് മനുഷ്യന്റേതാണോ ദൈവത്തിൻ്റെതാണോ എന്ന് ശോധന ചെയ്ത് സ്വീകരിക്കണം, അതിനെക്കാട്ടിൽ അപ്പുറത്ത് ഇത് എന്ത് ചെയ്യണം? പറ, വിശ്വസിക്കണം. അപ്പൊ അടുത്ത 1.5 മണിക്കൂർ എന്നെക്കാട്ടി ജോലി നിങ്ങൾക്കാണ്. സ്വത്രം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്തോണം? ചെയ്തോണം. ഒന്നാമത് കേൾക്കണം, രണ്ടാമത് കൈക്കൊള്ളണം, മൂന്നാമത് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഇത്രേ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നാലാമത്തെ കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. എന്താ? നമ്മൾ കേട്ട വചനം, നമ്മൾ കൈക്കൊണ്ട വചനം, നമ്മൾ വിശ്വസിച്ച വചനം നമ്മളിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? പറ, വ്യാപരിക്കാൻ തുടങ്ങും. എല്ലാവരും ഉറക്കെ പറഞ്ഞ് വ്യാപരിക്കും. ഈ സംവിധാനങ്ങളെല്ലാം കുത്തിവെച്ചിരിക്കുന്നത് എന്നോടൊരു വയറ് പോയിട്ട് അവിടെ ഒരു പ്ലഗ് ഉണ്ട് അല്ലെ? ആ പ്ലഗ് കുത്തിയേക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത്? ഓണായിട്ട് ചലിക്കുന്നത് അല്ലെ? ഞാൻ ആ പ്ലഗ് അങ്ങോട്ട് ഊരിയേച്ച് അതിനകത്തോട്ട് ഒരു ഇരുമ്പാണി കുത്തിക്കയറ്റി വെച്ചേച്ച് ആ ഇരുമ്പാണിയിലോട്ട് പിടിച്ച് സ്വിച്ചിട്ട് ആ കരണ്ട് അടിക്കുമോ? ഈ റാന്നിയിലെ കരണ്ടാണ് എനിക്ക് ഉറപ്പാണ്. തിരുവനന്തപുരത്തെ കരണ്ട് പറ. നിങ്ങൾ പറയും പാസ്റ്റർ കരണ്ടിന് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. എവിടുത്തെ കരണ്ടാണേലും കരണ്ടെ തൊട്ട ഷോക്ക് ഉറപ്പാ. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. തിരുവചനത്തിന് അങ്ങനെ ഒരു ബന്ധനമില്ല. ആര് വിശ്വസിച്ചുകൊണ്ട് വചനത്തെ തൊട്ടാലും, ഏത് പ്രായത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് അവസ്ഥയിൽപ്പെട്ടവരാകട്ടെ, ആര് വിശ്വസിച്ചുകൊണ്ട് വചനത്തെ തൊട്ടാലും അവരെ സ്പർശിക്കുന്നതായി തിരുവചനം. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, വിദ്യാഭ്യാസം ഉള്ളവരെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ ഇല്ല, ആദ്യമായിട്ട് കേൾക്കുന്നവരോ കുറെ കേട്ടവരൊന്നോ ഇല്ല. ആര് വിശ്വസിച്ചുകൊണ്ട് വചനത്തെ പകരം ആത്മാവിൽ പറയാനുള്ള ദൂതിത, വിശ്വസിച്ചുകൊണ്ട് ആര് വചനത്തെ തൊടുവോ അവരുടെ മേലെല്ലാം ദൈവശക്തി അവരിക്കുന്ന ഒരു പകലായി. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ സ്തോത്രം ചെയ്താട്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്വസിക്കുമ്പോ നിങ്ങളായിരിക്കുന്ന വീടുകളുടെ അകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുക. നിങ്ങൾ ഇവിടെ ഇരുന്ന് വിശ്വസിക്കുമ്പോ സമസ്ത മേഖലകളെയും പരിവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വ്യക്തികളെ തൊടുന്നത് ആത്മാവിൽ കാണുന്ന ദൈവമക്കളെ ദൈവത്തെ സ്തുതിച്ചാട്ട്. വിശ്വസിക്കുന്നവരിലൊക്കെ ദൈവശക്തിയാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, യോഗം നടന്നതല്ല നമ്മുടെ വിഷയം, പാട്ടുകാർ വന്നതല്ല നമ്മുടെ വിഷയം, പ്രസംഗിക്കാൻ ആളുണ്ടായിരുന്നതല്ല നമ്മുടെ വിഷയം, മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ദൈവവചനത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ ഗലാത്യ ലേഖനത്തിൽ വീണ്ടും പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇച്ചിരി കൂടെ പ്രസക്തമാണ്. ഒന്ന് വായിക്കാവോ? രണ്ടാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും വായിച്ചാട്ട്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം 5-ാമത്തെ വാക്യം. സോറി, 3-ാം അധ്യായം 2-ാം വാക്യം, 3-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടു. പൗലോസ് ചോദിക്കുക, ഗലാത്യ സഭയോട് ചോദിക്കുക, ഗലാത്യരെ, നിങ്ങൾ ഇതൊന്നു മാത്രം അറിയാനായിട്ടാണ് ഞാൻ ഇച്ഛിക്കുന്നത്. നിങ്ങൾക്ക് ആത്മാവിനെ കിട്ടിയത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ടാണോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ടാണോ? സ്തോത്രം. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയാം. വായിച്ച് 5-ാം വാക്യം വായിച്ചേ. എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി
പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ മതി. പ്രസംഗത്താലോ. നോക്കിയേ, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. അപ്പൊ വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയോ? പറ. ആത്മാവ് വ്യാപരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, വീര്യപ്രവർത്തി നടക്കുകയും ചെയ്യും. ചുമ്മാ അത്ഭുതം ഇല്ലെന്നൊന്നും ആരും പറയൊന്നും ചെയ്യരുത്. ദൈവവചനത്തെ വിശ്വാസത്തോട് ആരെങ്കിലും ഒക്കെ സ്വീകരിച്ചാൽ അവരുടെ ഇടയിൽ എന്തോ നടക്കും. ഉറക്കെ പറ. ഒന്ന് ചേർന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ. എത്ര പേർക്ക് അവർ വിശ്വസിക്കുന്നുണ്ട്? അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും തന്റെ വചനത്തെ ഉറപ്പിച്ച ദൈവം ഈ ഡിസംബർ മാസം 11-ാം തീയതി നിങ്ങളുടെ വീടിനകത്ത് ഒരു വീര്യ പ്രവർത്തി ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒട്ടും സംശയിക്കരുത് കേട്ടോ, ഒട്ടും അവാന്തിക്കരുത് കേട്ടോ. കഴിഞ്ഞ രാത്രി വരെ ആ വീര്യപ്രവർത്തി നടക്കുന്നത് കണ്ടേച്ച ഞാൻ ഇന്ന് പകലിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്റെ മിടുക്കുകൊണ്ടല്ല. ഒരാൾ വചനത്തെ വിശ്വസിക്കുമ്പോൾ അവരമ്മ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എന്താ ഈ ദൈവശക്തിയുടെ പ്രത്യേകത? പറയാ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അല്ലെ? എവിടെ വരെ വ്യാപരിച്ചു? അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കത്തക്ക നിലയില് അവനിരുന്ന കല്ലറയുടെ അകത്ത് വ്യാപരിച്ചു. അല്ലെ? അർത്തമീസ് ദേവിയുടെ ക്ഷേത്രമുള്ള ആഭിചാരത്തിനും മന്ത്രവാദത്തിനും മന്ത്രച്ചരടിനും ഒക്കെ ഭയങ്കര പ്രാധാന്യതയുള്ള എഫെസോസ് പട്ടണത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഉറക്കെ പറയാ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലൊന്നുമല്ല, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഒക്കെ അത്യന്തപരമായി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. വ്യാപരിക്കോ? എത്ര തെളിവ്! ഒന്നും രണ്ടും ഒന്നുമല്ല. ഓരോ ഞായറാഴ്ചത്തെ യോഗം കഴിയുമ്പോൾ എന്നെ ഒരു കുറഞ്ഞത് 10 പേരെയും വിളിക്കാറുണ്ട്. വിളിച്ചു പറയാറുണ്ട്, പാസ്റ്ററെ ഇന്ന വിഷയത്തിൽ ഈ ഫിക്സിന്റെ ഒരു ദിവസം 8 പ്രാവശ്യമൊക്കെ ഫിക്സ് വരുന്ന കൊച്ച് ദൈവശക്തി വ്യാപരിച്ച ദിവസം 33 വയസ്സ് 8 പ്രാവശ്യം ദിവസവും ഫിക്സ് വരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. അപ്പനും അവന്റെ പെങ്ങളും മടുത്തിട്ട് വേറെ വീടെടുത്ത് അവര് താമസാക്കി. അമ്മ ഈ കൊച്ചിനെ ഉപേക്ഷിക്കാൻ മനസ്സിലാക്കിയിട്ട് അമ്മ ഇതിനെ കൊണ്ട് ആ വീട്ടിൽ തന്നെ കിടക്കുക. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചൊരു ജീവിതം. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പൗർഷലിൽ കൂടെ കേട്ട തിരുവചനം അവർ വിശ്വസിച്ചത്. അന്ന് ഞാൻ പറഞ്ഞത് ഫിക്സിന്റെ മേലുള്ള ഒരു ദൈവിക അധികാരം വെളിപ്പെടുന്നതാണ്. ആ നിമിഷം അവർ വിശ്വസിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ, ഒരു 6 മാസം കഴിഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ആ കൊച്ചിന് പിന്നെ ഫിക്സ് വന്നിട്ടില്ല. ഒരു പ്രാവശ്യം 8 പ്രാവശ്യം വന്നോണ്ടിരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ തീർന്നിട്ടില്ല, വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് ആര് വിശ്വസിച്ചുകൊണ്ട് മുതൽ തിരുവചനത്തെ ഏറ്റെടുക്കുവോ അവരിലൊക്കെ വീര്യപ്രവർത്തികൾ നടക്കാൻ പോവാ. അതുകൊണ്ട് തന്നെ പ്രിയമക്കളെ, സ്നേഹത്തോടെ വളരെ വിശ്വാസത്തോട് തിരുവചനത്തോട് പ്രതികരിക്കും. ഇന്ന് മാത്രമല്ല, ഇന്ന് എപ്പോഴൊക്കെ വചനം കേൾക്കാനിരുന്നാലും അപ്പോഴൊക്കെ നമ്മൾ പുലർത്തണ്ട 3 മനോഭാവം. ഒന്നാമത് വചനം കേൾക്കണം, രണ്ടാമത് വചനം കൈക്കൊള്ളണം, മൂന്നാമത് വചനം വിശ്വസിക്കണം. അത്രയും ചെയ്യുമ്പോൾ 4-ാമത്തെ കാര്യം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. കേട്ട വചനം, കൈക്കൊണ്ട വചനം, വിശ്വസിച്ച വചനം നമ്മളിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? വ്യാപരിക്കാൻ. അതേതവസ്ഥയിലാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ വിഷയമാണ്. ഏതവസ്ഥയാണ്? ഇന്ന് പകൽ ഈ വചനത്തിന്റെ പ്രവൃത്തി സംഭവിക്കും. ആ വിശ്വാസത്തോടെ നമുക്ക് തിരുവചനത്തിന്റെ ചുറ്റാരിയായിരിക്കാം. ഈ പ്രഭാതത്തിലെ അല്പസമയത്തിൽ തിരുവചന വിചിന്തനത്തിന് വേണ്ടി നാം ഒരുമിച്ച് ചിന്തിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 28 തുടങ്ങി 30 വരെയുള്ള തിരുവചനങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28 തുടങ്ങി 30 വരെയുള്ള തിരുവചനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട 3 വാക്യങ്ങളാണ് നാം വായിച്ചത്. ഒന്നാമത്തെ വാക്യത്തിൽ ലോകചരിത്രത്തെ എന്നും വിസ്മയിപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരാഹ്വാനം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. രണ്ടാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യുന്ന ആള് നയം വ്യക്തമാക്കുക, തന്റെ സ്വഭാവം വെളിപ്പെടുത്തുക.
ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകുക, എന്നോട് ചേർന്ന് പഠിപ്പീൻ, അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. മൂന്നാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യപ്പെടുന്ന ആത്മീക അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഉത്തരവാദിത്വം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ വാക്യത്തിൽ ലോകത്തെ വിസ്മയിപ്പിച്ചിട്ട് ആഹ്വാനം, രണ്ടാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യുന്ന ആളിന്റെ സ്വഭാവം, മൂന്നാമത്തെ വാക്യത്തിൽ ആഹ്വാനം ചെയ്യപ്പെട്ട ആത്മീക അനുഭവത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരാൾ അവരുടെ ജീവിതത്തിൽ പുലർത്തേണ്ട ഉത്തരവാദിത്വം. ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഈ അധ്യായത്തെ പഠിക്കണം. ഈ അധ്യായത്തെ പഠിക്കണമെങ്കിൽ ഈ പുസ്തകത്തെ പഠിക്കണം. അതുകൊണ്ട് പുസ്തകത്തിൽ തുടങ്ങിയ അധ്യായത്തിലൂടെ വാക്യത്തിലേക്ക് വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. മത്തായി സുവിശേഷത്തിൻ്റെത് എന്ന് മാത്രമല്ല, സുവിശേഷങ്ങളുടെ എല്ലാം പ്രമേയം, കേന്ദ്ര ബിന്ദു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ചെറുതും വലുതുമാകുന്ന 150ഓളം സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 39 ഉപമകളും യേശു ചെയ്ത 35 അത്ഭുതങ്ങളും ഉൾപ്പെടെ 150ഓളം സംഭവങ്ങൾ. ഈ 150ഓളം സംഭവങ്ങൾ 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മത്തായി എന്ന സുവിശേഷകൻ വളരെ കൃത്യമായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു, യേശു രാജാവാണ്. ആരാണ്? യേശു രാജാവ്. രാജാവാകുന്ന ക്രിസ്തു തന്റെ പ്രജകൾക്ക് നൽകിയ മഹത്തായ 5 പ്രസംഗങ്ങൾ, 5 പ്രഭാഷണങ്ങൾ, അതാണ് മത്തായി സുവിശേഷത്തിന്റെ പ്രമേയം. ഏതൊക്കെയാ യേശു ക്രിസ്തുവിന്റെ മഹത്തായ 5 പ്രസംഗങ്ങൾ? ഒന്നാമത്തെ പ്രസംഗമാണ് 5, 6, 7 അധ്യായത്തിലെ പർവ്വത പ്രസംഗം. അല്ലെ? ഇന്ത്യയുടെ നവോത്ഥാന നായകന്മാരായിരുന്ന രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, പണ്ഡിറ്റ് നെഹ്റു, മഹാത്മാഗാന്ധി തുടങ്ങിയ ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള 111 വാക്യം, അല്ലെ? യേശു ക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗം. ഇതാണ് മത്തായി സുവിശേഷത്തിലെ ഒന്നാമത്തെ പ്രസംഗം. ഇനി മത്തായി സുവിശേഷത്തിലെ രണ്ടാമത്തെ പ്രസംഗം ഏതാണെന്നറിയാമോ? 10, 11 അധ്യായത്തിൽ, മത്തായി സുവിശേഷം 10, 11 അധ്യായത്തിൽ ദൈവരാജ്യം സംബന്ധിച്ച് പ്രസംഗിച്ച പ്രസംഗ രണ്ടാമത്തെ പ്രസംഗം. ഇനി യേശുവിന്റെ മൂന്നാമത്തെ പ്രസംഗം ഏതാണെന്നറിയോ? മത്തായി 13 അധ്യായത്തിന്റെ 1 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ പടകിൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ച പ്രസംഗ യേശുവിന്റെ മൂന്നാമത്തെ പ്രസംഗം. ഇനി യേശുവിന്റെ 4ാമത്തെ പ്രസംഗം 18 അധ്യായത്തിൽ മാനസാന്തരം സംബന്ധിച്ച് പ്രസംഗിച്ച പ്രസംഗമാണ് 4ാമത്തെ പ്രസംഗം. ഇനി 5ാമത്തെ പ്രസംഗം മത്തായി സുവിശേഷം 24 അധ്യായം, 24ലും 25ലും, അല്ലെ? തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരവ് സംബന്ധിച്ച പ്രസംഗമാണ് യേശുവിന്റെ 5ാമത്തെ പ്രസംഗം, അല്ലെ? മടങ്ങി വരവിനോടുള്ള ബന്ധത്തില് 6 ലക്ഷണങ്ങളാണ് 24 അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ 6 ലക്ഷണം. എന്തൊക്കെയാത്? യേശുവിന്റെ വരവിന്റെ ഒന്നാമത്തെ ലക്ഷണം പ്രാപഞ്ചിക ലക്ഷണം. ഒന്ന് പറഞ്ഞേ, പ്രാപഞ്ചിക ലക്ഷണം. പ്രാപഞ്ചികം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത്. പ്രപഞ്ചം എന്ന മലയാളം വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നക്ഷത്രം, കര, കടല്, ആകാശം, ഭൂമി, ഗ്രഹങ്ങള് എല്ലാം കൂടെ ഒന്നു ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നേ? പ്രപഞ്ചം കിട്ടും. യേശുവിന്റെ വരവിന്റെ അടയാളം പ്രപഞ്ചത്തിൽ നടക്കുന്നു എന്നതിനെ ഞാനൊന്ന് വ്യാഖ്യാനിച്ച, കരയിൽ അടയാളം നടക്കുന്നു, കടലിൽ അടയാളം നടക്കുന്നു, നക്ഷത്രങ്ങളിൽ അടയാളം നടക്കുന്നു, ഗ്രഹങ്ങളിൽ അടയാളം നടക്കുന്നു. ഇതെല്ലാം കൂടെ ഒന്നിച്ചു പറയാനുള്ള അവസരം ഇന്ന് നമുക്ക് ഇല്ല. അപ്പൊ യേശുവിന്റെ വരവിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് പ്രാപഞ്ചിക ലക്ഷണം. ഇനി യേശുവിന്റെ വരവിന്റെ 2ാമത്തെ ലക്ഷണം എന്താ? അതിന്റെ പേരെന്നറിയോ? അതിന്റെ പേരാ ധാർമ്മിക ലക്ഷണം. എന്ന് പറഞ്ഞേ, ധാർമ്മിക ലക്ഷണം. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എനിക്ക് ഇപ്പൊ 39 വയസ്സേ ഉള്ളൂ. എന്റെ 39 വയസ്സെന്ന് പറയുന്ന പ്രായം കഴിഞ്ഞ് 40, 50, 60 ഒക്കെ വയസ്സിലുള്ളവര് എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ 39ാമത്തെ വയസ്സിലെ ധാർമ്മികതയാണോ ഇപ്പോഴത്തെ ലോകത്തിന്റെ ധാർമ്മികത? ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള എല്ലാവരും ഒരുപോലെ പറയും, ധാർമ്മികതയുടെ അടിത്തറ തകർന്നിരിക്കുന്ന ലോകത്തിലാ
നാം എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അല്ലെ? പരിപാവനമായ, പരിശുദ്ധമായ, പവിത്രമായ ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ. കുടുംബം എന്ന് പറയുന്ന ഈ ആശയത്തിന് തന്നെ സനാതനമായ ഒരു നിയമം നമ്മുടെ സമൂഹം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അല്ലെ? ആണും പെണ്ണും ചേരുന്നത് ആ കുടുംബം എന്ന് പറയുന്ന കാലഘട്ടത്തിന്റെ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആണും ചേരുന്നത് കുടുംബമാണെന്നും പെണ്ണും ചേരുന്നത് കുടുംബമാണെന്നും പറയുന്ന ഒരു കാലത്തിലേക്ക് ലോകത്തിന്റെ ധാർമ്മികത എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അധപ്പതിക്കപ്പെടുക. പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ ലേവ്യ പുസ്തകം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നു. അധാർമികതകൾക്കൊക്കെ എതിരെ അതിശക്തമായി തിരുവചനം സംസാരിക്കുന്നതിനെ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന പുസ്തകം ലേവ്യ പുസ്തകം. ഞാൻ പറയുന്നത് യേശുവിനെ ഇതുപോലെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പഴയ നിയമ പുസ്തകം വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ ധ്യാനിക്കണം, കാലഘട്ടവുമായിട്ട് ഇതിനെയൊക്കെ ബന്ധിപ്പിക്കണം. അപ്പം നമുക്ക് മനസ്സിലാകും ധാർമ്മികതയുടെ അടിത്തറകൾ എന്ത് ചെയ്യുക? ഇളകുന്നു. പക്ഷേ ഇളകുന്ന ധാർമ്മിക മണ്ഡലത്തിൽ ദൈവമക്കൾക്ക് ഒന്നറിയാം, സുസ്ഥിരമായ ഒരു ധാർമ്മിക രാജ്യം സ്ഥാപിക്കാൻ ആര് വരാൻ പോവാ? എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നിങ്ങളുടെ ഇരിപ്പോണ്ടിട്ട് ഈ അടുത്ത കാലത്തേക്കും വരണ്ടെന്നുള്ള ലക്ഷണം തോന്നുന്നു. യേശു വരാറായ എത്ര പേർക്ക് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുക, നമ്മുടെ തലമുറയിൽ അവിടുത്തെ വരവിനെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രത്യാശ ദൈവമക്കളെ അതെ ഹൃദയങ്ങളിൽ ഭരിക്കട്ടെ. യേശുവിന്റെ വരവിന്റെ രണ്ടാമത്തെ ലക്ഷണം ധാർമ്മിക ലക്ഷണം. ഇനി യേശുവിന്റെ വരവിന്റെ മൂന്നാമത്തെ ലക്ഷണം എന്താ? അതിന്റെ പേരെന്നറിയോ? അതിന്റെ പേര് രാഷ്ട്രീയ ലക്ഷണം, പൊളിറ്റിക്കൽ സിംറ്റംസ്. രാഷ്ട്രീയ ലക്ഷണം. ജനാധിപത്യത്തിന്റെ അടിത്തറ ഇങ്ങനെ ഇളകുക. അല്ലെ? ഏകാധിപത്യം ഏകദേശം താഴെ വീണുപോയി. പ്രസിഡൻഷ്യൽ ഭരണങ്ങൾ അത് അസ്ഥിരമാകുക. അല്ലെ? നോക്കിക്കേ, ഇളകുന്ന ഭരണകൂടങ്ങളുടെ നടുവിൽ ദൈവമക്കൾക്കറിയാം, കൈ തൊടാത്ത ഒരു കല്ല് ഇളകാത്ത രാജ്യം സ്ഥാപിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ യേശുവിന്റെ വരവിന്റെ നാലാമത്തെ ലക്ഷണം എന്താ? അതിന്റെ പേര് സയന്റിഫിക്കൽ സിംറ്റംസ്, ശാസ്ത്രീയ ലക്ഷണം. ദാനിയേലിന്റെ പുസ്തകം പറയാ, അന്ത്യകാലത്തെ ആരും ഈ പുസ്തകം മുദ്രയിടരുത്. പലരും ഇത് തുറന്ന് പരിശോധിക്കുകയും അവരുടെ ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ഇതുപോലെ ജ്ഞാനം വർദ്ധിച്ച ഒരു കാലം വേറെ ഉണ്ടോ? പറ. ഒരു 10 വർഷത്തിനാവും കാലം മാറിയ മാറ്റം. നമ്മുടെ പിള്ളേരെയൊക്കെ ജ്ഞാനം. സ്വതന്ത്രം. ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇന്ന് ഒരു ദിവസം ഇറങ്ങുന്ന PhD പ്രബന്ധങ്ങൾ ഒരാൾ വായിക്കാൻ തുനിഞ്ഞ, ഇന്നത്തെ ദിവസം ഇറങ്ങുന്ന പ്രബന്ധം എല്ലാം കൂടെ വായിക്കാൻ തുനിഞ്ഞ ഒരായുസ് മുഴുവൻ വായിച്ചാലും തീരാത്തത്ര കണ്ടുപിടുത്തം ഈ ഒരു ദിവസം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാലത്തിന്റെ പേര് തന്നെ ഡിജിറ്റലേറ്റീവ്. ഡിജിറ്റലേറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജനിക്കുന്ന ഒരു തലമുറ ഏതിലേക്ക്? ഡിജിറ്റൽ ലോകത്തെ. അല്ലെ? നമ്മളൊക്കെ ഡിജിറ്റൽ മൈഗ്രന്റ്. അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പതുക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വന്നുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിലോട്ട് നമ്മൾ കുത്തുമ്പോഴത്തേന് അത് ഫേസ്ബുക്ക് ആയിട്ട് മാറും. അല്ലെ? ഫേസ്ബുക്കിലോട്ട് ചെല്ലുമ്പോഴത്തേന് വാട്സപ്പ് ആയിട്ട് മാറും. എങ്ങാണ്ടൊക്കെ പിടിച്ച് ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നമ്മളങ്ങോട്ട് കയറി വരുന്നേ. പക്ഷേ നമ്മുടെ പിള്ളേർ എനിക്കുണ്ട് 3 പേര്. ഒരാഴ്ചയായിട്ട് 4 വയസ്സുകാരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക യൂട്യൂബിന്റെ ചാനൽ ഉണ്ടാക്കാൻ. ABCD മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, പക്ഷെ എന്താ ശ്രമം? ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം തലമുറയുടെ ജ്ഞാനം വർദ്ധിക്കുന്ന ഒരു അന്ത്യകാല ശാസ്ത്രീയ ലക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്നു. അവിടുത്തെ വരവെടുത്തിരിക്കുന്നു. ഇനി യേശുവിന്റെ വരവിന്റെ 5ാമത്തെ ലക്ഷണം എന്താ? അതിന്റെ പേരെന്നറിയോ? അതിന്റെ പേരാച്ചാ സ്പിരിച്വൽ സിംറ്റംസ്, ആത്മീക ലക്ഷണം. ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവവചനത്തിന്റെ ശക്തിയെ ത്യജിക്കുന്ന ഒരു തലമുറ. കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കും. ശരിക്കും ഇന്നത്തെ സഭകളുടെ ഒക്കെ അവസ്ഥ ഞാനൊന്ന് അവലോകനം ചെയ്തപ്പോ ഈ 1 രാജാക്കന്മാർ 17:7 ഇങ്ങനെ ഒരു വാക്യം, എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റി.
എന്താ? മഴ പെയ്യായികയാ. പാസ്റ്ററെ പിന്മഴയെന്ന് ഞങ്ങൾ നോട്ടീസ് അടിച്ച് യോഗം നടത്തിയല്ലോ, അതൊക്കെ ഉണ്ട്. പക്ഷെ മഴയെ തീർന്നില്ല. ഈ മഴ പെയ്യാത്ത തോടിന്റെ അവസ്ഥ എന്താ? ഒഴുക്കിങ്ങനെ കുറഞ്ഞു അല്ലേ? മഴ ഇങ്ങോട്ട് പെയ്തു വരുമ്പോ എന്നാ സംഭവിക്കും? ഒഴുക്ക്. 10 മണിക്ക് തുടങ്ങുന്ന യോഗത്തിൽ 11:30 ആള് വരുമ്പോ ഓർത്തോണം തോട്ടില് പറ ഒഴുക്ക്. അതേസമയം 10 മണിക്കത്തെ യോഗത്തിൽ 9:50 ആള് ഫുള്ളാണെങ്കിൽ ഓർത്തോണം പറ ഒഴുക്ക. ഒഴുക്ക് കുറെ നടത്താം, വെള്ളം ഇങ്ങനെ സ്ലോ ആയിക്കും. പിന്നെ എന്നാ സംഭവിക്കുന്നത്? കുഴിയുള്ളിടത്തെല്ലാം വെള്ളം പെതുക്കെ 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 ഇങ്ങനെ കെട്ടിക്കിടക്കാം. ഇത് തന്നെയാ ഒരു കാലത്തെ സഭയ്ക്ക് പറ്റിയ ഇരുകര മുട്ടി ഒഴുകല. പിന്നെ ഇങ്ങോട്ട് ഒഴുക്ക് കുറഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ കുഴിയുള്ളിടത്തെല്ലാം. തിരുവനന്തപുരത്തുള്ള സഭകളാണോ കൂടുതൽ? തിരുവനന്തപുരത്തുള്ള രാഷ്ട്രീയ പാർട്ടികളാണോ? നിങ്ങൾ എന്നാ സംശയം? അത് തിരുവനന്തപുരത്തെന്നല്ല, എല്ലായിടത്തും. ഇപ്പൊ കുഴിയുടെ ആവശ്യമൊന്നും വേണ്ട. എവിടെയെങ്കിലും ഒരു ചെറിയ ചുഴിയുണ്ട് അവിടെ എല്ലാം ഇതെല്ലാം ഇങ്ങനെ കെട്ടി അടച്ച തോട്ടങ്ങൾ. എന്നിട്ട് വലിയ യോഗം നടത്തുക. പിൻമഴ ഓടിന് മുമ്പത്തെ കാര്യം ഞാൻ പറയും. ഇപ്പോഴും ഉണ്ട്, ഓൺലൈനാണെന്നുള്ളത്. സ്വതന്ത്രം. പിന്മഴയുടെ നോട്ടീസൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും നോട്ടീസിലുള്ള മഴയല്ലാതെ തോട്ടിലെങ്ങും വെള്ളം. ഈ വെള്ളം കുറയുമ്പോ 21 ദിവസത്തെ യോഗം നടത്തി വെച്ച് ഞങ്ങളെ പോലെ 21 ഉദ്ദേശിമാരെ കയറുന്നു. കേറട്ട് എന്താ കയറുന്ന? മീൻ കയറട്ടെന്ന് കയറുമോ? വെള്ളമില്ലാത്ത തോട്ടിൽ മീൻ പോയിട്ട് റാന്നിലെ ഭാഷ പറഞ്ഞ ഒരു വാലുമാക്രിയയിലേക്ക് കയറുമോ? പറ. അങ്ങനെ കിടക്കുന്നിടത്തോട്ട് ഈ കുത്തി ഒഴുകുന്ന ഒരു തിലാമഴ പെയ്താലോ എന്നാ സംഭവിക്കും? കലങ്ങി മറിഞ്ഞു വെള്ളം തോട്ടിന്ന് അങ്ങോട്ട് ആറ്റിലോട്ട് ചെല്ലുമ്പോ ആറ്റിന്ന് മീൻ ഇങ്ങനെ അങ്ങോട്ട് കയറും അല്ലെ? ഏതൊക്കെ മീനാ? കുറുവായും വാളയും അല്ലെ? എല്ലാം ഇങ്ങനെ അങ്ങോട്ട് കയറും. അതിന് റാന്നി പറയുന്ന ഒരു പേരെന്താന്നറിയോ? ഊത്ത കയറുന്നാ പറയുന്നത്. ഊത്ത കയറുക. ഒരു വർഷത്തിൽ ഒന്നും നടക്കുന്ന കാര്യ അല്ലല്ലേ? ഞാനിന്ന് പോലെ പറഞ്ഞ മനസ്സിലായോ? ഒരു ഊത്തകയറ്റം നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരുക്കുന്നുണ്ട്. ഈ കാലത്ത് ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എന്നോട് പരിശുദ്ധ ശക്തമായിട്ട് പറയാ, പണ്ടുള്ളതിനെ ഓർക്കണ്ട, മുമ്പുള്ളതിനെ നിരൂപിക്കണ്ട, പുതിയതൊന്ന് ദൈവം ചെയ്യാൻ പോവാ. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളെ തുറന്നിട്ട് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഈ പകല് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് അത് ചെയ്യാൻ ഒത്തിരി നേരം വേണോ? സ്വതന്ത്രം വേണോ? പറ. അയ്യോ, നിങ്ങൾ എന്നെ ഇന്നിവിടെ വിളിക്കാൻ കാര്യം പവർഷൻ. ഞാൻ പവർഷൻ എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ഞാന് ഇന്നലെ ഒന്നും അല്ല ഈ ശുശ്രൂഷ ആരംഭിച്ചു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാ. 11ാമത്തെ വയസ്സിൽ. ഇപ്പൊ 39 വയസ്സ്. അന്നേരം എത്ര വർഷമായെന്ന് നിങ്ങൾ ഓർത്തോണം. ഏറ്റവും കൂടുതൽ ഞാൻ പോയത് തിരുവനന്തപുരത്ത് നിന്ന് എങ്ങോട്ടാന്ന് മനസ്സിലായോ? മാർത്താണ്ഡം, നാറൂര്, കന്യാകുമാരി, തിരുനെൽവേലി. അവിടെ എന്റെ പേര് കേട്ടാ അറിയാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ല. ആളാരാന്ന് അറിയത്തില്ലെങ്കിലും പേര് കേട്ടാ അറിയാം. അതുപോലെ 26-27 വർഷം ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. ഇതുപോലെ ഒരു നേരം അല്ലല്ലോ അവിടെ വരുന്നത്. അവിടെ പോയിട്ടുള്ള ഉദ്ദേശിമാർക്ക് അറിയാം എത്ര ദിവസമാണ്. 4 ദിവസത്തെ യോഗം. 4 ദിവസത്തെ യോഗമാണ്. 4 ദിവസവും ആര് തന്നെ പ്രസംഗിക്കുന്നത്? ഒരാൾ തന്നെ. എത്ര കൊല്ലം ഈ തമ്പാനൂര് വന്ന് എന്റെ കൂട്ടി ക്യൂ നിന്നിട്ടുള്ള ഒരു ഉദ്ദേശി വേറെ കാണത്തില്ല. അത് കാരണമുണ്ട്. പത്തനംതിട്ടയ്ക്ക് പോകാനായിട്ട് രാത്രി 1:30 ഒരു മല്ലപ്പള്ളി വണ്ടിയുണ്ട്. അത് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് വെച്ച് ഇപ്പോഴല്ലേ ഈ ബംഗാളിൽ നിന്ന് മേശിരിമാർ വന്ന് കേരളത്തിൽ പണിയാൻ തുടങ്ങി. നേരത്തെ എവിടുന്നാ വന്നോണ്ടിരുന്നത്? തമിഴ് മാർത്താണ്ഡത്തൊക്കെയുള്ള തമിഴര് മേശിരിമാർ. അവര് പത്തനംതിട്ട, തിരുവല്ല, മല്ലപ്പള്ളി ഏറിയ മുഴുവൻ പോകാനായിട്ട് വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിലോട്ട് കയറാൻ ഒറ്റ വണ്ടിയുള്ളൂ. ആയൂരിൽ നിന്ന് വലത്തോട്ട് കയറി അഞ്ചല് വഴി, പുനലൂര് വഴി, ഇങ്ങ് കോന്നി വഴി അങ്ങ് അത് പത്തനംതിട്ട വഴി മല്ലപ്പള്ളി ചെല്ലാൻ ഒറ്റ വണ്ടി. അതെപ്പോഴാണെന്നറിയോ? രാത്രി 1:30 ഒരു മല്ലപ്പള്ളി ഫാസ്റ്റ്. എന്റെ ദൈവമേ, ലോകത്തുള്ള സകല മനുഷ്യരും ഒത്തല്ല കയറും.
എവിടെയെങ്കിലും പാർത്താടത്തൊക്കെ പ്രസംഗിച്ചേച്ച് ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി പിടിച്ച് ഇവിടെ വന്ന് വരുമ്പോൾ ഒരു 10:11 11 മണിക്ക് ക്യൂ നിന്നാല് 1:30 വണ്ടിയുടെ സീറ്റ് റിസർവേഷൻ കൂപ്പൺ ഒരു 12 കഴിയുമ്പോൾ അവർ കൊടുക്കുന്നു. അങ്ങനെ 12 കഴിയുമ്പോൾ കൊടുത്താൽ ആദ്യമൊക്കെ ആണെങ്കിൽ അത് സീറ്റ് കിട്ടും. അങ്ങനെ സീറ്റ് കിട്ടിയാൽ ഇരിക്കാം, ഇല്ലെങ്കിൽ പത്തനംതിട്ട വരെ നിൽക്കണം. അങ്ങനെ നിന്ന് പത്തനംതിട്ട ചെന്ന് 4:30 ആകുമ്പോഴത്തേന് അവിടെ ഇറങ്ങിയാൽ പിന്നെ 5:30 ഞങ്ങൾക്ക് ഒരു വണ്ടി റാന്നി. അവിടെ പോയി റാന്നിയിൽ ഇറങ്ങിയിട്ട് എന്റെ പപ്പയുടെ പെങ്ങള് റാന്നി താമസമുണ്ട്, അവിടെ പോയി കുളിച്ചൊരുങ്ങി ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനത്തെ ഒരു കാലം. ആ കാലത്തൊക്കെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് കർത്താവ് MC റോഡുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഈ ഗതികേടിനൊരു മാറ്റം വന്ന്. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്ത തിരുവല്ലയ്ക്ക് അടുത്ത് താമസം, അതിപ്പോ ഒരു 10-12 വർഷമൊക്കെ. അങ്ങനെ തമിഴ്നാട്ടിൽ തന്നെ നിരന്തരം പോയിക്കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്റെ മുന്നിൽ കർത്താവ് ലോകം മുഴുവൻ എനിക്ക് ശേഷം വന്ന ഉപദേശിമാരെല്ലാം പോകുന്നു, ഞാൻ മാത്രം എല്ലാ ദിവസവും തമിഴ്നാട്ടിൽ ഇതെന്നും മാറും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോവിഡ് വന്നത്. മാർച്ച് 7-ാം തീയതി റാന്നിയിൽ ഇറ്റലിക്കാർ വന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? റാന്നിയിൽ ഇറ്റലിക്കാർ വന്നത് 7-ാം തീയതി. 7-ാം തീയതി ഞാൻ പ്രസംഗിക്കുന്നത് പാറശാലയില്ല. പാറശാലയെ പ്രസംഗിച്ചേച്ച് തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങളുടെ ഒരു കസിന് ഈ ശ്രീധരായിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വീട്ടിൽ താമസമുണ്ട്. അവരുടെ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചേച്ച് ഞാനിങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴാണ് റാന്നിന്ന് വിളിച്ചു പറയുന്നത് ഇന്ന് സഭായോഗം നടന്നില്ല, ഈ അടുത്ത സമയത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല, മിക്കവാറും ഒക്കെ പ്രോഗ്രാം ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. അയ്യോ, റാന്നിന്ന് തിരുവല്ല വരെ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുമ്പോൾ എന്റെ മനസ്സ് മുഴുവൻ എന്റെ കർത്താവ് എന്തോ ചെയ്യും. സഭയുള്ള ഉദ്ദേശിമാർക്കാണെങ്കിൽ ഒരു വീട്ടിലേക്കും കയറിപ്പോയി പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ അച്ഛൻ പേടിച്ചതുപോലെ തന്നെ പറിച്ചു. പിറ്റേ ആഴ്ച എറണാകുളം ആ മീറ്റിംഗ് ക്യാൻസൽ. പിന്നെ പാസ്റ്റർ ഒരു മര്യാദയുള്ള പാസ്റ്റർ ആയതുകൊണ്ട് പാസ്റ്റർ പറഞ്ഞു ആരും അറിയുന്നെങ്കിൽ പോലെ നമുക്കൊന്നിച്ചിരുന്ന് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച എറണാകുളത്തൊന്ന് തിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത് പിറ്റേ ഞായറാഴ്ച മോദി ഗവൺമെന്റ് ജനതാ കർഫ്യൂ എന്ത് ചെയ്തിരിക്കുക, പ്രഖ്യാപിച്ചു. ഇനിയിപ്പോ അങ്ങോട്ട് പോകത്തില്ല, കുറെ ദിവസങ്ങളിലും അടയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോഴാ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഏപ്രിൽ മാസത്തിൽ ഒരു 16 കൺവെൻഷൻ എല്ലാം ഒന്നിനു പറയാം നന്നായിട്ട് ആ ഒരാഴ്ച കൊണ്ടൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു 6 മാസം മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉപദേശം ശ്രമിച്ചാൽ ആ കൂട്ടത്തെ അങ്ങനെ എന്റെ തലയൊക്കെ വെച്ച് ദൂത് പറഞ്ഞ ദൂതില്ല. ഒരു ദിവസം 6 രാജ്യത്ത് പ്രസംഗിക്കും, ഒരു TV ചാനലിൽ വിളിച്ച് പ്രസംഗിക്കും. എന്റെ ദൈവമേ, എന്റെ വൈഫ് എന്നെക്കാട്ടും ദൂത് വിശ്വസിക്കുന്നതാണ്. പക്ഷെ അത് വിശ്വസിച്ചു. അത് പറഞ്ഞ് ചുമ്മാ അതിശക്തി പറഞ്ഞു. എല്ലാവരും ഒരു ദിവസം 6 രാജ്യത്ത് പോകുന്നല്ല, 6 രാജ്യത്ത് TV ചാനൽ, അതിന്റെ അങ്ങോട്ട് പോകുന്ന വഴി പോലും നമുക്ക് അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാ മാർച്ച് 21 റാന്നിലെ പ്രിൻസ് പാസ്റ്റർ വിളിക്കും. എന്നോട് ചോദിച്ചു എവിടെ പോകാനാ? വീട്ടിലുണ്ട്. അത് നാളെ രാവിലെ പൗർഷനി വരാനാണ്. ഞാൻ ചോദിച്ചു എന്നാത്തിന്? വാ വന്നിട്ട് പറയാം. അങ്ങനെ രാവിലെ വന്നപ്പോ അവര് വീട്ടിലെ സഭായോഗം തുടങ്ങാൻ പോയി. എന്നോട് പറഞ്ഞു യോഗ ലീഡ് ചെയ്യും. ഇത്രയും വർഷം പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് വരെ സഭ എടുക്കാത്തോണ്ട് ഇന്ന് വരെ എന്റെ പോലെ ഞാൻ ലീഡ് ചെയ്തിട്ടില്ല. അത് അതിനെക്കാട്ടി പരുവം. പിന്നെ ഒരു പരുവത്തിലൊക്കെ ഞാൻ കയറുന്നു. അങ്ങനെ നിപ്പ അത് കഴിഞ്ഞ അറിഞ്ഞ അന്ന് വേറെ ലീഡ് ചെയ്യാൻ പാസ്റ്റർ വെച്ചിരുന്ന ആ പുള്ളിക്കാരൻ എങ്ങോട്ടൊന്ന് വന്നേച്ച് ക്വാറന്റൈനിലായി പോയി. പുള്ളിയുടെ പേര് അനീഷാൻ. അതിന് പകരമായിട്ട് ഞാൻ ചെന്നതാ. അപ്പം പകരമായിട്ട് ചെന്നു. ഇന്ന് പൗർഷനി, ഞാൻ അഹങ്കാരമൊന്നും പറയില്ല, ഇത്രയും പ്രായക്കുറവിൽ പൗർഷന്റെ അഡ്വൈസറി ബോർഡ് മെമ്പറായത് ഞാൻ മാത്രമേ ഉള്ളൂ. കേശവൻ സാർ പോലും ഒന്ന് ചിന്തിച്ചത് 50 വയസ്സ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചെറിയ പാസ്റ്റർ രാജഗോപാല, കേശവൻ സാർ, ആ ഷാജിയപ്പോൾ പ്രിൻസ് തോമസ്, പിന്നെ ഞാൻ, ആ ഒരു 7 പേരായി അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ്. ആ ഒരു നിലയിലേക്ക് കർത്താവിനെ കൊണ്ടുവരും. അയ്യോ, 6 രാജ്യത്തൊന്നും അല്ല, ഒരു ദിവസം 9 രാജ്യത്ത് വരെ സോമി പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ദൈവം ഒരു കാര്യം കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് വല്ല സമയമുണ്ടോ? പറ, നിങ്ങൾ പറ. ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ
അവിടെ എല്ലാം പ്രസംഗിക്കാൻ ഈ ഒരു കാലത്ത് ദൈവം എനിക്ക് അവസരം ഒരുക്കി. നെയ്റോബിയില്, അൾജീരിയയില്, ഏതെല്ലാം രാജ്യത്ത് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ദൈവം എന്നോട് പറഞ്ഞതൊക്കെ സ്വത്രം ഇന്നിപ്പം ഇങ്ങനെ പോകാൻ മടിയ. ഞാൻ പറഞ്ഞത് എന്റെ അതിശക്തി പറയല്ല, ദൈവം ഒരവസരം നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയമാകുമ്പോ ഉണ്ടല്ലോ ഉറക്കം പറ. അച്ഛാ, വിശ്വസിക്കാമോ? ആന്റി, എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാ? ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ തടയോ വിശ്വസിക്കുന്ന ദൈവം. എനിക്ക് ഭയങ്കര ആത്മനിയോഗം ഉള്ളതുണ്ട് ഈ പകല് ഞാൻ ഇത് ഉറക്കം പറയുന്നത്. ചരിത്രം മാറാൻ പോവുക, ചില കുടുംബങ്ങളകത്ത് അസാധാരണമായ ഒരു അത്ഭുതം ദൈവം ചെയ്യാൻ പോവുക. എത്ര വർഷം നീ കഷ്ടപ്പെട്ടെന്നുള്ളതല്ല എന്റെ വിഷയം, ഇതുവരെ സംഭവിക്കാത്ത ദൈവം പ്രവർത്തി ചെയ്യോ. മക്കളെ, എനിക്ക് അവിടെ ഒരു മനുഷ്യനെ അറിയത്തില്ല. ആകെപ്പാടെ അറിയാവുന്നത് പ്രിൻസ് പാസ്റ്റർ മാത്രം, അല്ലാതെ ഇങ്ങനെ പാസ്റ്റർമാരാന്നറിയാവുന്നല്ലാതെ ഒരു മനുഷ്യനെ പോലും അറിയത്തില്ല. അനീഷുള്ളത് അങ്ങ് ആ വാർത്തയിലോട്ട് ഇടാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാനായിട്ട് എളിയവനായ എന്നെ ദൈവം ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. വിശ്വസിക്കാം. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാണ്? അങ്ങനെയാണ് കർത്താവിന്റെ വരവിന് മുമ്പ് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളിലൂടെ അസാധാരണമായ ഒരു ദൈവപ്രവർത്തി ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് സ്തുതിച്ചു. ഈ പകൽ പരിശുദ്ധാത്മാവിനോട് ഇത് മാത്രം പറയാനാ പറയുന്നത്. നിങ്ങളുടെ വീടിനകത്തൊരു ദൈവപ്രവർത്തിയുണ്ട്, നിങ്ങളുടെ തലമുറയിൽ ഒരു ദൈവപ്രവർത്തിയുണ്ട്. നിങ്ങളെ എഴുതി തള്ളിയോ അടാനോ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോവുക. യേശുവിന്റെ വരവിന്റെ 5ാമത്തെ ലക്ഷണം സ്തോത്രം, ആത്മീയ ലക്ഷണം. ഇനി യേശുവിന്റെ വരവിന്റെ 6ാമത്തെ ലക്ഷണം എന്താ? അതിന്റെ പേരെന്നറിയാം? ദ സിംറ്റംസ് അബൌട്ട് ജൂസ്. യഹൂദനെ സംബന്ധിക്കുന്ന ലക്ഷണം. 4 വൃക്ഷങ്ങളോടാണ് ബൈബിൾ യഹൂദനെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് അത്തി അവന്റെ രാഷ്ട്രീയം, അടുത്തത് മുന്തിരി അവന്റെ ആത്മീയം, ഒലിവ് അവന്റെ സംസ്കാരം, ബദാം അവന്റെ കൃഷി. ഏതെടുത്ത് പഠിച്ചാലും കർത്താവിന്റെ വരവ് ചെയ്തിരിക്കുക. അപ്പം 24-ാം അധ്യായത്തിലെ പ്രസംഗം മടങ്ങിവരവ് സംബന്ധിച്ചു. 25-ാം അധ്യായത്തില് മടങ്ങിവരവിന്റെ 6 ലക്ഷണം പറഞ്ഞിട്ട് 25-ാം അധ്യായത്തിൽ പറയുന്നത് ആ വരവിന് വേണ്ടി പോകാൻ താല്പര്യമുള്ളവർ ഒരുങ്ങേണ്ട ഒരുക്കത്തെ കുറിച്ച് 3 മുന്നറിയിപ്പാണ് 25-ൽ പറഞ്ഞിരിക്കുന്നത്. 6 മുന്നറിയിപ്പ് അറിയാം. 1-ാമത്തെ മുന്നറിയിപ്പ് കന്യകമാരുടെ മുന്നറിയിപ്പ്, 2-ാമത്തെ മുന്നറിയിപ്പ് താലന്തിന്റെ മുന്നറിയിപ്പ് അല്ലെ ദ്രഹ്മയുടെ മുന്നറിയിപ്പ്, 3-ാമത്തെ മുന്നറിയിപ്പ് സൽപ്രവർത്തിയുടെ മുന്നറിയിപ്പ്. അല്ലെ 25 കാണുന്നതാണ്. മത്തായി 25 കാണുന്നത് 1 കന്യകമാരുടെ മുന്നറിയിപ്പ്, 2-ാമത്തേത് താലന്ത്, 3-ാമത്തേത് സൽപ്രവർത്തി. 3 കാര്യത്തെ കാണിക്കുന്നു. കന്യകമാർ എന്തിനെ കാണിക്കുന്നറിയാം? രഹസ്യ ജീവിതത്തിന്റെ വിശ്വസ്തതയെ കാണിക്കുന്നു. താലന്തോ ആണോ രഹസ്യ ജീവിതത്തിന്റെ വിശ്വസ്തത? ഒരാളുടെ കയ്യില് അല്ല, എല്ലാവരുടെയും കൈ വിളക്ക്, എല്ലാവരുടെയും വിളക്കെ തീയും. എത്ര പേർ വിളക്കിനകത്ത് എണ്ണയുണ്ട്? അതാർക്കൊക്കെ അറിയാം? റാന്നിന്ന് വന്ന വിശ്വാസം അറിയത്തില്ല, ഇവിടെ ഇരിക്കുന്ന ഭാഷമാർക്കും അറിയത്തില്ല. അറിയാവുന്നത് 2 പേർക്ക് മാത്രമേ. 1 തന്ന ദൈവത്തിനും അറിയാം, 2 കിട്ടിയ നിങ്ങൾക്കും അറിയാം. ഇന്ന് പകല് മറ്റുള്ളവരൊക്കെ നമ്മൾ വലിയ അതായില്ലാന്നൊക്കെ പറയുമ്പോഴും ഓർത്തോണം, എന്റെ രഹസ്യ ജീവിതം വിശ്വസ്തമാണോ എന്ന് ഒന്ന് വിലയിരുത്തിയേക്കാം. ആണല്ലേ അങ്ങോട്ടൊന്നും ചെയ്തു. ഇനി 2-ാമത്തേത് ബ്രഹ്മ. ഒരാൾക്ക് കിട്ടിയ 5, 2-ാമത്തെ ആൾക്ക് കിട്ടിയ 2, 3-ാമത്തെ ആൾക്ക് കിട്ടിയ 1. 5 കിട്ടിയ ആൾ എന്നാ എടുത്തു? വ്യാപാരം. 2 കിട്ടിയ പുള്ളിയോ വ്യാപാരം. 1 കിട്ടിയ പുള്ളി തിരുവനന്തപുരത്ത് അത് കുഴിച്ചിട്ട് വെച്ച് കുമ്പനാട് പഠിക്കാൻ ചെന്നു. ആരെ കുറിച്ചറിയോ? തമ്മോനെ കുറിച്ച് പഠിക്കാം. പഠിച്ച് എല്ലാ ഡിഗ്രി എടുത്തപ്പോ പുള്ളിക്ക് മനസ്സിലായി ആര് ശരി. ഇത് പഠിക്കാനാണോ ഇങ്ങോട്ട് വന്നത്?
ആര് ശരിയാണേലും ആര് ശരിയല്ലേ, നമ്മുടെ വിഷയം ഏൽപ്പിച്ച കർത്താവുമായിട്ട് നമുക്കൊരു വലിയ ബന്ധം ഉണ്ടാകും. അപ്പൊ താലന്ത് രഹസ്യ ജീവിതത്തിലെ വിശ്വാസത്തെ കാണിക്കുന്നു, വിശ്വസ്തതയും വിശ്വാസം. ഇനി അടുത്തതാ പറയുന്നത്, ഞാൻ നഗ്നനായിട്ട് വന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്നു വന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല, ഞാൻ ദാഹിച്ചു വന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. അപ്പൊ അവര് ചോദിച്ചു, കർത്താവേ, പാട്ടുപുസ്തകത്തെ പേര് വരാനുള്ള സകല പരിപാടിയും ഞങ്ങള് ചെയ്താൽ. അപ്പൊ കർത്താവ് പറഞ്ഞു, അതൊന്നും അല്ല ഈ ചെറിയവരിൽ ഒരുത്തര് ചെയ്യുന്നത്. അപ്പൊ അതെന്തിനെ കാണിക്കുന്നതാ? രഹസ്യ ജീവിതത്തിന്റെ സൽപ്രവർത്തിയെ കാണിക്കുന്നു. അപ്പൊ 3 കാര്യം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കും. 1 വിശ്വസ്തത, 2 വിശ്വാസം, 3 സൽപ്രവർത്തി. ഈ 3 കാര്യം ഉള്ളവർക്ക് മാത്രമേ വരവിലങ്ങ് പോകാൻ പറ്റൂ. അതുകൊണ്ട് 3 കാര്യത്തിലും കൃത്യമായി. ഞാൻ ഇത്ര നേരം പറഞ്ഞു വന്നത് മത്തായി സുവിശേഷത്തിലെ 5 പ്രസംഗത്തെ കുറിച്ച്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ് 11ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ പ്രസംഗം, ദൈവരാജ്യം അല്ലെ. എന്താണത്? ദൈവരാജ്യം എന്നൊക്കെ വിഭാവനം ചെയ്തതിന് ശേഷം യേശു വിളിക്കുക, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കലോട്ട് വാ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? മനുഷ്യൻ ചുമക്കുന്ന 4 ഭാരത്തെ കുറിച്ച് തിരുവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കും. 1ാമത്തെ ഭാരത്തിന്റെ പേര് പാപഭാരം, 2ാമത്തെ ഭാരത്തിന്റെ പേര് രോഗഭാരം, 3ാമത്തെ ഭാരത്തിന്റെ പേര് മതനിയമങ്ങളുടെ ഭാരം, 4ാമത്തെ ഭാരത്തിന്റെ പേര് ആത്മീക ക്ഷീണാവസ്ഥയുടെ ഭാരം. അപ്പം 4 ഭാരം ഏത് കാലത്തും മനുഷ്യൻ ചുമക്കുന്നു. ഏതൊക്കെയാ? 1 പാപഭാരം, 2 രോഗഭാരം, 3 മതനിയമങ്ങൾ, 4 ആത്മീക ക്ഷീണാവസ്ഥ. ഈ ഭാരം ചുമക്കുന്ന മനുഷ്യനെ യേശു വിളിക്കുന്നതിനെ കുറിച്ച് ദിനകരൻ സാറ് പണ്ട് പാടിയ ഒരു പാട്ടുണ്ട്, അറിയാവോ? കടന്നു വാ, കടന്നു യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വാ, കടന്നു വാ. ചേർന്ന് പഠിക്കേ. യേശു നിന്നെ വിളിക്കുന്നു. സ്തോത്രം. 4 ഭാരം യേശു വിളിക്കുന്നു വരാൻ. ഏതൊക്കെയാ? 1 പാപഭാരം. എന്താ പാപഭാരത്തിന്റെ പ്രത്യേകത? ഒന്ന് വായിക്കാവോ? വിലാപങ്ങളുടെ പുസ്തകം 1ാം അധ്യായം 14-ാം വാക്യം വായിച്ചു. വിലാപം, അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു, അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു, അവൻ എന്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്ത് നിൽപ്പാൻ കഴിയാത്തവരുടെ കയ്യിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കണ്ടോ? എന്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു, അവ എന്റെ കഴുത്തിൽ പിണഞ്ഞിരിക്കുന്നു, അതെന്റെ ശക്തി ക്ഷയിപ്പിച്ചു, എനിക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയാത്തവരുടെ കൈ കർത്താവ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? ഏൽപ്പിച്ചിരിക്കുന്നു. അച്ഛാ, എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാം? അപ്പൊ ഈ പാപഭാരം കയറി കിടക്കുന്ന എവിടെയാണെന്നറിയാം? കഴുത്ത്. ശാസ്ത്രീയ വിശകലനമൊക്കെ പഠിച്ചിട്ടുള്ളവർക്കറിയാം, 1.5 കിലോയിൽ കൂടുതൽ ഭാരം ഒരു മനുഷ്യന്റെ കഴുത്തെ തൂങ്ങിയാൽ ആ മനുഷ്യൻ മരിക്കും. എന്തുകൊണ്ട് മരിക്കും? 2 കാരണം കൊണ്ടാണ് മരിക്കുന്നത്. ഒന്ന്, സ്പൈനൽ കോഡ് ജാം ആവും, അല്ലെങ്കിൽ ശ്വാസം മുട്ടും. 2-ൽ ഏത് സംഭവിച്ചാലും എന്ത് ചെയ്യും? മരിക്കും. അതുകൊണ്ട് തന്നെ ആ തിരുവചനം പറയുന്ന പാപത്തിന്റെ ശമ്പളം മരണം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ. എന്നാ പാപം കൊല്ലുന്നതിന്റെ കാര്യം? നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനെ പാപം കൊല്ലുന്നതിന്റെ കാരണം ഇതെവിടാ പടഞ്ഞു കിടക്കുന്നത്? പറ, കഴുത്ത്. ഇന്ന് പകൽ നാം തിരിച്ചറിയണം, കഴുത്തെ കുരുക്കുപോലെ വീണ് വരിഞ്ഞു മുറുക്കി മനുഷ്യനെ കൊല്ലുന്ന പാപം എന്താണെന്ന്, അതിന്റെ പ്രത്യേകത എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിന്റെ കയറിനെ കഴുത്തെന്ന് പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. തിരിച്ചറിയണം. വാട്ട്സ് ദ മീനിങ് ഓഫ് സിൻ? പാപം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പാപത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്ത കൂട്ടത്തിൽ പറഞ്ഞാണ് അതിന്റെ മൂലപദം. ദൈവത്തിന് സ്തോത്രം. ആ വാക്കിന്റെ അർത്ഥം മിസ്സിംഗ് ദ മാർക്ക് എന്ന, വര തെറ്റുക എന്നാണ്. ദൈവം ഇട്ടിരിക്കുന്ന ലൈൻ തെറ്റിക്കുന്നതിനാ എന്ത് പറഞ്ഞത്? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പുസ്തകം ഉൽപ്പത്തി പുസ്തകം.
വായിച്ചേ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചേ. 33:7 മുതൽ വായിച്ചേ. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാടം ഉണ്ടാക്കി. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിക്കാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ പാപം എന്താന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ശ്രദ്ധിച്ചോണേ, ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും സഹോദരൻ. ശരിക്കും ഞാൻ ഒത്തിരി നാളിന് ശേഷം ഇത്രയും ചൂടത്ത് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാലേ എനിക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രസംഗിക്കാം. പാപം എന്താന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് പറയാം. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയല കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരാട ഉണ്ടാക്കി. വെയിലാറിയ സമയത്ത് യഹോവയായ ദൈവം മനുഷ്യനെ എന്ത് ചെയ്തു? വിളിച്ചേ ചോദിക്കുക, ആദാമേ നീ എവിടാ? അന്നേരം മനുഷ്യൻ പറയാ, എന്റെ കൂടെ ഇരിക്കാനായിട്ട് നീ തന്ന സ്ത്രീ വൃഷഫലം ഞാൻ വിളിച്ചിരിക്കുക, അതിന് കാരണം എന്നാ? ദൈവം ചോദിക്കുക, കാരണം എന്നാ? അന്നേരം പറയാ, എന്റെ കൂടെ ഇരിക്കാനായിട്ട് നീ തന്ന സ്ത്രീ വൃഷഫലം എന്ത് ചെയ്തു? തന്നു, ഞാന് തിന്നുപോയി. അപ്പൊ പുള്ളിക്കാരത്തെ ദൈവം വിളിച്ചു. പുള്ളിക്കാരത്തെ വിളിച്ചു ദൈവം ചോദിച്ചു, നീ ചെയ്തത് എന്താ? അന്നേരം പുള്ളിക്കാരത്തി ആദാമിനെ കാട്ടി കയറി. പുള്ളിക്കാരത്തി പറഞ്ഞു, പാമ്പ് എന്നെ എന്ത് ചെയ്തതാ? വഞ്ചിച്ചത്. അപ്പൊ പാമ്പിനെ ദൈവം വിളിച്ചു. പാമ്പേ, നീ ചെയ്തത് എന്താന്ന് പാമ്പിനോട് ദൈവം ചോദിച്ചു. അങ്ങനെയാണോ വായിച്ചത്? അല്ല. എന്താ വായിച്ചേ? അത് തന്നെ. ആദാമിനോട് ചോദിച്ചതെന്ന് വായിച്ചു അല്ലെ? അണ്ടർലൈൻ ചെയ്തേക്കണം. ആദാമിനോട് ചോദിച്ചു. ഹവ്വായോടോ ചോദിച്ചു. പാമ്പിനോടോ അത് തന്നെ കൽപ്പിച്ചു. എന്റെ സംശയം, അച്ഛാ ആദാമിനോട് ചോദിച്ചെന്നാ വായിച്ചേ? ഹവ്വയോട് ചോദിച്ചു, പാമ്പിനോട് അതെന്നാ? മനുഷ്യനോട് മാത്രമേ ഈ ആരോടാ ചോദിക്കുന്നത്? മനുഷ്യനോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ബൈബിളിൽ മൃഗങ്ങളോട് ദൈവം ചോദിച്ചിട്ടില്ലേ? അല്ലെ ചോദിക്കൂ എന്നുള്ളത് കൊണ്ട് മൃഗങ്ങൾ വെപ്രാളപ്പെട്ട പല സംഭവങ്ങൾ ബൈബിളിലെ. ബിലയാമിന്റെ കഴുത കിടന്നത് അത്ര വെപ്രാളപ്പെടാൻ കാര്യമല്ല. അയ്യോ, അതിനെക്കാട്ടി രസം യോനായ വിഴിഞ്ഞ തിരുങ്ങല. ഞാൻ ഈയിടയിലെ മനോരമ പത്രത്തിലാന്നു വായിച്ചപ്പോ കണ്ടു, തിമിംഗലങ്ങളെല്ലാം കൂടെ ന്യൂസിലൻഡിലാ. ഗൂഗിൾ മാപ്പ് നോക്കിയാന്ന് തോന്നുന്നു പോയത്, വഴിതെറ്റിപ്പോയി. അല്ലെ പിന്നെ വഴിതെറ്റത്തില്ല. എന്താന്നേലും പോയ വഴിക്ക് ഇത് തീരത്തി എന്ന് ഓക്സിജൻ കിട്ടാതെ എന്ത് ചെയ്തു പോയി? ചത്തുപോയി. അപ്പൊ തിമിംഗലം വഴിതെറ്റിപ്പോയി എന്ത് ചെയ്തു? തീരത്ത് ഓക്സിജൻ കിട്ടാതെ മരിച്ചു. ഇത് വായിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് യോനായ വിഴിഞ്ഞ തിമിംഗലം. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചെന്ന് ചോദിച്ചു, തിമിംഗലെ നീ എന്തിനാ ഈ ഉദ്ദേശിയെ കൊണ്ട് തീരത്ത് ഛർദ്ദിച്ച്? നിനക്കിതിനാ നടുക്കടലങ്ങ് ഛർദ്ദിച്ച. അപ്പൊ തിമിംഗലം എന്നോട് പറയാം, എന്റെ പൊന്നു പാസ്റ്ററെ, ഇവരുടെ ബൈബിൾ കോളേജിൽ നീന്ത് പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക്, ഞാനിനി ഇങ്ങനെ നടുക്കടലിൽ ഛർദ്ദിച്ചേച്ച് പുള്ളി ശ്വാസം കിട്ടാതെ മരിച്ചു പോയാൽ ദൈവം എന്നെ നീറ്റിൽ നിലരും നിർത്തത്തിൽ. അപ്പൊ ഇതാ വിഷയം. ആദാമിനോട് ദൈവം ചോദിക്കാൻ, മനുഷ്യനാണോ മൃഗമാണോ എന്നുള്ളതൊന്നും അല്ല വിഷയം. ഒരാളോട് ദൈവം ചോദിക്കണമെങ്കിൽ അവരെ ന്യായമായിട്ടും ദൈവം എന്തോ ഏൽപ്പിക്കണം? പറ, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കണം. ഹലോ, ഇന്ന് കുറെ ദിവസം മുമ്പ് എനിക്ക് ഡേറ്റ് വന്നു. ഇന്നലെ മോസസ് പാസ്റ്ററിനെ വിളിച്ച് ചോദിച്ചു, നാളെ വരത്തില്ലേ? ഇന്ന് ഞാൻ താമസിച്ചപ്പോ ഇല്ല, ഇവിടെ വന്നപ്പോ പാസ്റ്റർ വിളിച്ചു, എവിടെ ആയെന്ന്. ഞാൻ എടുത്തില്ല, പക്ഷെ കോള് കണ്ടപ്പോഴേ എനിക്കറിയാം എവിടെ ആയെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്തതാ വിളിച്ച. ശ്രദ്ധിക്കണം, എത്ര ഉദ്ദേശിമാരെ പാസ്റ്റർ, എത്ര നമ്പർ പാസ്റ്റർ ഫോണല്ലോ. പക്ഷെ ഇന്ന് എവിടെ ആയെന്ന് എന്നോട് മാത്രമേ ചോദിച്ചു. എന്നാ കാര്യം? അതാ, ഇവിടെ വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായിട്ടൊരു വാക്ക് കൊടുത്തത്, ഒരു ഉത്തരവാദിത്വം ഏറ്റ. അപ്പൊ ആദാമിനോട് ദൈവം ചോദിക്കാൻ കാര്യം പറ, ഉത്തരവാദിത്വം.
ഹവ്വയോട് ദൈവം ചോദിക്കാൻ കാര്യം ഒരു കൂട്ടുത്തരവാദിത്വം. പാമ്പിനോട് ദൈവം ചോദിക്കാഞ്ഞതിന്റെ കാര്യം പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വം ദൈവോടെ നമ്മളോട് ദൈവം ചോദിക്കാൻ കാര്യം പറ എന്ന് പകല് ദൈവാത്മാവ് ചോദിക്കുക. ഞാൻ കാര്യം ചോദിക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുക. ഏതല്ല ഉത്തരവാദിത്വം? ഞാൻ എന്നോടുള്ള ബന്ധത്തിൽ പറയാം. ഒരു സ്ത്രീയുടെ ഭർത്താവാ ഞാൻ, 3 കുഞ്ഞുങ്ങളുടെ അപ്പനാ ഞാൻ, ഒരപ്പന്റെ അമ്മയുടെ മകനാ ഞാൻ, ഒരു ദൈവദാസനാ ഞാൻ. ഇങ്ങനെ എത്ര ഉത്തരവാദിത്വം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അപ്പം ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ ഞാൻ പരാജയപ്പെട്ട അതിന്റെ പേരാച്ച എന്ത്? പാവം. നോക്കിയേ, ഞാനിവിടെ പ്രസംഗിച്ചേച്ച് അങ്ങ് തമ്പാനൂരോട്ട് ഇറങ്ങി വെച്ച് ഒരു പുക വലിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്നാ പറയും? ഉറപ്പായിട്ട് പറയുന്നുണ്ട് അങ്ങനെ പാവം ചെയ്യുന്നു. പക്ഷെ നാട്ടുകാരവിടെ നിന്ന് വലിച്ച എടാ, നാട്ടുകാരൻ വലിക്കുന്നത് പോകാം, ഞാൻ വലിച്ച പറ. നാട്ടുകാരൻ കണ്ട സിനിമ ഞാൻ ചെയ്ത എന്നാ കാര്യം? അതാ ഉത്തരവാദിത്വം. What's the meaning of the failure of commitments? ഉത്തരവാദിത്വങ്ങളുടെ പരാജയം. നമ്മുടെ കർത്താവേ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സകലവും നിവർത്തി. അർത്ഥം എന്താ? പറ. ദൈവം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും ഭംഗിയായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഏതെങ്കിലും ഉത്തരവാദിത്വം ഭർത്താവ് എന്ന നിലയിലോ, ഭാര്യ എന്ന നിലയിലോ, അപ്പൻ എന്ന നിലയിലോ, അമ്മ എന്ന നിലയിലോ, മക്കൾ എന്ന നിലയിലോ ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ പരാജയം സംഭവിച്ചു ദൈവമക്കൾ എന്ന നിലയിലോ, കർത്തൃദാസന്മാരെന്ന നിലയിലോ ഏതെങ്കിലും ഉത്തരവാദിത്വത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട് അച്ഛാ, അതിന്റെ പേരായത് പറ. പക്ഷെ ഒരു സാധ്യതയുണ്ട്, നിങ്ങളുടെ പാപം രക്താംബരം പോലെ. ശ്രദ്ധിച്ചോണേ, രക്താംബരം എന്ന് പറഞ്ഞാൽ എന്താ? മധ്യധർമ്മിക്കടലുള്ള ഒരു പ്രത്യേക തരം കക്കയാണ് രക്താംബര കക്ക. എന്താ രക്താംബര കക്കയുടെ പ്രത്യേകത എന്നറിയോ? ഈ പ്രാചീന കാലഘട്ടത്തിൽ കളറ് ഈ കക്കയിൽ നിന്ന് അവര് വാറ്റിയത്. ഇത് വാറ്റുന്നത് എങ്ങനെയാ? വലിയ 150 ഡിഗ്രി സെൽഷ്യസ് ചൂടില് ഈ കക്കയിട്ട് തിളപ്പിക്കുമ്പോൾ ഇതിന്റെ പുറത്തോട് പൊട്ടുമ്പോഴത്തേനും ഇവരത് എന്ത് ചെയ്യുന്നറിയോ? നേരെ എടുത്ത് ഐസ് വെള്ളത്തിലുണ്ട്. ഈ പ്രഷറിന്റെ വേരിയേഷൻ വരുമ്പോഴത്തേനും ഇതിനകത്തും ഒരു തരം ദ്രാവകം ഊരും. അതൊരു പ്രത്യേക തരം കളറാണ്. ഈ ദ്രാവകത്തിന്റെ പ്രത്യേകത ഇത് ഭയങ്കര ചുമന്ന കളറാണ്. ഇതുപോലത്തെ വെള്ളത്തുണി എനിക്ക് പറ്റിയ ഈ തുണി കത്തിച്ചാൽ അതിന്റെ ചാരത്തിനകത്ത് വരെ കളർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാചീന കാലത്തിന് വിലയുള്ള വസ്തുവായി. ഈ അന്നത്തെ കാലത്ത് ഇത്ര മാറാത്ത ഒരു വസ്തു വേറെ ഇല്ല. ഇത് കാണിച്ചാ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടിഞ്ഞുവപ്പാണേലും മഞ്ഞുപോലെ ഇതിനെ വെളുപ്പിക്കുന്ന രക്തം. ആരുടെ രക്തമാ? പ്രിയപ്പെട്ടവര്, ഇന്ന് പകൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയം, ഞാൻ വളരെ കൃത്യമായ വചനവെളിപ്പാടിലാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീടിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവാ. എന്നോടൊരു വാത്സല്യ സംബന്ധിച്ച് ചോദിച്ചൊരു ചോദ്യം, പാസ്റ്ററെ, എന്റെ ലൈഫ്, അത് ഈ കഴിഞ്ഞ 2 ആഴ്ച എന്റെ ലൈഫ് ഇന്നതുപോലുള്ള ചില ദുരന്തങ്ങൾ, ഇന്നതുപോലുള്ള ചില അവസ്ഥകൾ, ഒരുപക്ഷെ ആരും കേട്ടാൽ അറയ്ക്കത്തക്ക നിലയിലുള്ള ഇന്ന പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് പാപക്ഷമ ലഭിക്കുമോ? ഞാൻ പറഞ്ഞു, കിട്ടും, പക്ഷേ ഇനിയും ആവർത്തിക്കരുത്. ഈ പകൽ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പരാജയങ്ങളുണ്ട്. പ്രിയപ്പെട്ടവര്, നമ്മളെ വിശുദ്ധരാക്കുന്ന ഒരു രക്തമുണ്ട്, നമ്മളെ നീതീകരിക്കുന്ന ഒരു രക്തമുണ്ട്. അവിടുത്തെ രക്തത്തിന്റെ മറവിലേക്ക് കഴിഞ്ഞ ദിവസം വേണ്ട ഒരു കാഴ്ച എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഇങ്ങനെ തകർന്നു പോയ ചില്ലുകൾ, ഗ്ലാസുകൾ
എല്ലാം കൂടെ ഇട്ട് ഉടച്ച് ഒരു പ്രത്യേക മിഷനകത്തൂടെ കയറ്റി ഇറക്കിയപ്പോൾ ഏറ്റവും മനോഹരമായ പാത്രങ്ങളായി രൂപപ്പെട്ടു. പകൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ വലിയ ആന്തരിക സൗഖ്യം നടക്കുന്ന പകലായിരുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെന്നുള്ളത് സത്യമാണ്. പക്ഷെ നിങ്ങളുടെ വീടിനകത്ത് മല പോലെ നിൽക്കുന്നതിലെ വിഷയങ്ങൾ മഞ്ഞുരുകുന്നത് പോലെ ഉരുകുന്നത് ചില അകലിച്ചകളെ ദൈവാത്മാവ് പണിയുക. ബന്ധങ്ങളുടെ അകത്ത ചില അകലിച്ചകളെ ജീവിതത്തിൽ വന്നുപോയ ചില പരാജയങ്ങളെ ദൈവം പണിത് വേഗം മുന്നോട്ട് പോകട്ടെ. പാപഭാരമാണ്. രണ്ടാമത്തെ ഭാരത്തിന്റെ പേര് രോഗമാണ്. വായിക്കാവോ? ലൂക്കോസ് 13:16. ലൂക്കോസ് 13:16 വേഗം വായിച്ചാൽ. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്തുനാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ചോദിച്ച ഒരു ചോദ്യം. 18 സംവത്സരമായിട്ട് സാത്താൻ ബന്ധിച്ച ഈ അബ്രഹാമിന്റെ മോളെ. ശ്രദ്ധിക്കണേ, എല്ലാ രോഗവും ബന്ധനമല്ല. രോഗമാണ് വൈദ്യന്മാർക്ക് മനസ്സിലാവും. രോഗമാണ് മരുന്ന് കഴിച്ചാൽ മാറും. രോഗമാണ് സ്കാനിങ് വെളിപ്പെടും. ഇതെല്ലാം ചെയ്തിട്ട് കുറെ നാളായിട്ട് ഇങ്ങനെ പന്തുരുട്ടുന്നത് പോലെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ശക്തമായി ദൈവാത്മാവനോട് പറയുക, എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം ആശുപത്രി കയറി ഇറങ്ങി, അലോപ്പതി ഹോമിയോപ്പതി എന്ന് വേണ്ട സകലറെ പുറകെ പോയിട്ടും ഒരു വിടുതലും ഇല്ലാതെ ശരീരത്തെ വല്ലാതെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില രോഗബന്ധനങ്ങൾക്ക് ഇന്നത്തെ പകൽ ഒരു പരിഹാരം ദൈവം ഒരുക്കുന്നത് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഒരിടത്ത് പറയുന്നത് വിറ്റാമിന്റെ കുറവാണ്, വേറൊരിടത്ത് പറയുന്നത് തൈറോയിഡിന്റെ വേരിയേഷൻ ആണ്, വേറൊരിടത്ത് പറയുന്നത് ഇന്നതിന്റെ പ്രശ്നമാണ്. ഇന്ന് പകൽ ഇതൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. നിങ്ങളെ കറക്കിക്കൊണ്ടിരിക്കുന്ന ആ രോഗത്തിന്റെ കെട്ട ഇന്ന് ദൈവം അതിനെ അഴിക്കാൻ പോവാ. കത്തിയില്ലാതെ ഞാൻ ഈ വചനം പറഞ്ഞു വന്നേച്ച് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അങ്ങനെ ഒരു ആത്മനിയോഗം ദൈവം എനിക്ക് തരുന്നുണ്ട്. ഇന്നത്തെ പകൽ രോഗം ബന്ധിച്ചിരിക്കുന്ന, പാപം ബന്ധിച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ധൈര്യത്തോടെ വിശ്വസിച്ചോളാം. സ്വാതന്ത്ര്യത്തോടെ ദൈവം നിങ്ങളെ വിടാൻ പോകുന്നത്, സൗഖ്യത്തോടെ ദൈവം നിങ്ങളെ വിടാൻ പോകുന്നത്, ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകും. പാപഭാരം, രോഗഭാരം തീരുന്നില്ല കേട്ടോ. മൂന്നാമത്തെ ഭാരത്തിന്റെ പേര് എക്സസീവ് ഡിമാൻഡ്സ് ഓഫ് റിലീജിയൻ. മതനിയമം. മതനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ആവിചാരം, മന്ത്രവാദം, കൂടോത്രം നമുക്ക് കേട്ടിട്ടില്ല. ഇതെല്ലാം കൂടെ വെച്ച് കെട്ടിയിരിക്കുന്ന ചില ഭാരം ഉണ്ട്. ഏത് കാലത്തും അങ്ങനെ മതങ്ങൾ മനുഷ്യന്റെ മേൽ ഭാരം വെക്കാറുണ്ട്. മത്തായി 23:4 യേശു ശാസ്ത്രിമാര് വെച്ച ഭാരത്തെ തിരിച്ചറിഞ്ഞു പറയാം. അവര് വലിയ കനമുള്ള ചുമടെടുത്ത് മനുഷ്യന്റെ തോളെ വെക്കുന്നു. ഒരു വിരല് കൊണ്ട് പോലും അതിനെ തൊടാൻ അവർക്ക് മനസ്സില്ല. അപ്പോസ്തലപ്രവൃത്തി 15:10 പരിച്ഛേദന സംബന്ധിക്കുന്ന വിഷയം. ആ വിഷയത്തില് ദൈവത്തിന്റെ സ്തോത്രം, പരിച്ഛേദന സംബന്ധിക്കുന്ന വിഷയം. ആ വിഷയത്തില് ഈ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളും നമ്മുടെ പിതാക്കന്മാരും വെച്ചിട്ടില്ലാത്ത മുഖം, നമ്മളോ നമ്മുടെ പിതാക്കന്മാരോ ചുമന്നിട്ടില്ലാത്ത മുഖം ഈ പാവങ്ങളുടെ മേൽ വെച്ച് കിട്ടുവാൻ നിങ്ങളിപ്പം ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? അപ്പൊ ഏത് കാലത്തും മതങ്ങൾ മനുഷ്യന്റെ മേൽ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചേ, ഈ ഭാരം ഏത് കാലത്തും. ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ കാണും. എന്താന്നൊരു യോഗം കഴിയുന്ന ഭാരത്തെ ദൈവം എന്ത് ചെയ്യാൻ പോവാം. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്ന ഒരു സംഭവം. ഞാനും കർത്താവിന്റെ ദാസൻ പ്രിൻസിപ്പാസ്റ്ററും കൂടെ 2003 ബോംബെയിൽ യോഗത്തിൽ പ്രസംഗിക്കാൻ ഇതുപോലെ ഒരു ഓഡിറ്റോറിയം. പകല് ഓഡിറ്റോറിയത്തിൽ, വൈകിട്ടൊരു സ്കൂൾ ഗ്രൗണ്ട്. ആത്മപകർച്ചയുണ്ടായി. യോഗമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞ ഒരു ദിവസം എന്റെ ഫോണിൽ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധമാവനോട് പറഞ്ഞു, പേപ്പർ ഞണ്ണഞ്ഞൂണം വലിച്ചെറിയുന്നത്, കുടുംബജീവിതം തകർക്കപ്പെട്ടിരിക്കുക, ആത്മഹത്യക്ക് വേണ്ടി തുനിഞ്ഞുകൊണ്ട്. ഇത് പറഞ്ഞപ്പോഴത്തേന് അവര് വെച്ച് എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞു അലറിക്കായി. നമ്മളത് എനിക്ക് മനസ്സിലായതല്ല, എന്നോട് ദൈവാത്മാവിങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു പ്രേരണ നിങ്ങളോട്. അവര് പറഞ്ഞപ്പോ അവരുടെ അവസ്ഥ അവർ പറയാം. എന്തൊക്കെ കഴിഞ്ഞാൽ 2003 അന്നത്തെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ മാനേജരാണ്. അവിടെ ഭർത്താവ് ഭയങ്കര ബിസിനസ്സുകാരൻ. പക്ഷെ 6 മാസം മുമ്പ് ഒരു മുസ്ലിം സഹോദരനുമായിട്ട് ഒരു ഷെയർ ബിസിനസ്സിൽ ഏർപ്പെട്ടു. അപ്പം മുതൽ വീടിനെ സ്നേഹിച്ച മനുഷ്യൻ വീട്ടിൽ നിന്നാണ്, ഭാര്യയെ സ്നേഹിച്ച മനുഷ്യൻ ഭാര്യയെ ഉപദ്രവിക്കാറ്, മക്കളെ സ്നേഹിച്ച മനുഷ്യൻ മക്കളെ കഠിനമായിട്ട് ഉപദ്രവിക്കാറ്. വല്ലാതെ ഈ മനുഷ്യൻ വീടുമായിട്ടാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ബോംബെയിലെ അധാർമിക ജീവിതം നയിക്കും. ഈ നിരാശയെല്ലാം കൂടെ കയറിയിട്ട് ഈ പുള്ളിക്കാരത്തി ജീവിതം അവസാനിപ്പിക്കാനായിട്ട് വിഷവും മേടിച്ചോണ്ട് വരുന്ന വഴിക്കാം ഞങ്ങളുടെ കൺവെൻഷനിൽ ഒരു പോസ്റ്റർ. അതുവരെ പോസ്റ്ററിൽ ഈ ഫോട്ടോ വെക്കുന്നതിന് ഞാൻ എതിരായിരുന്നു. പക്ഷെ അന്ന് ആ ഫോട്ടോ കണ്ടപ്പോൾ അവരുടെ അന്തരാത്മാവിൽ ആരോ അവരോട് പറഞ്ഞു, ഇവരെ വിളിക്കാം. അങ്ങനെ അവര് ബസ് ഇറങ്ങി നടന്നു എന്ന് എവിടാ ഈ ഫോട്ടോ ഇരുന്നിടത്ത് പോയി നോക്കിയപ്പോ പ്രസ്സുകാരുടെ നമ്പർ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഇത് നടത്തിയോറുടെ നമ്പരല്ല. അങ്ങനെ നടത്തിയോറുടെ നമ്പർ എടുത്ത് അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു പാസ്റ്റർ നമ്പർ തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. സ്വന്തം ഞാൻ ഒത്തിരി അവരോട് സംസാരിച്ചു. ഭയങ്കര ആത്മഹത്യ പിശാചിവരെ ഇങ്ങനെ മൂടിയിരിക്കും, നിരാശ. പക്ഷെ ഒത്തിരി സംസാരിച്ചപ്പോ അവൾ ഒരു 6 മാസം എന്നോട് പറഞ്ഞു, 6 മാസത്തിനകം എന്റെ വീട്ടിൽ ഒരു അത്ഭുതം നടന്ന ഞാൻ ദൈവത്തെങ്കിലേക്ക് വരാം. 6 ഒന്നും എടുത്തില്ല. 2-ാം മാസം ഇവരോട് ഒരുമിച്ച് പ്രാർത്ഥന. അവർ അകത്ത് കിടന്ന കൈവശം എല്ലാം പോയി, സ്വതന്ത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, നിങ്ങളുടെ വീടിനെ ബന്ധിച്ച ചില ശാപങ്ങൾ ഇന്നിവിടെ അഴിഞ്ഞു പോകാൻ പോകും. വിശ്വസിക്കുന്നുണ്ട്. ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോകും. ഡിപ്രഷൻ അടിമപ്പെടുക, തല ഉയരാതിരിക്കാൻ, ഒരു സ്വസ്ഥത അനുഭവിക്കാതിരിക്കാൻ വീടിനെ ബന്ധിച്ചു വെച്ചത്, കുഞ്ഞിന്റെ ഭാവിയെ ബന്ധിച്ചു വെച്ചത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ ദൈവത്തിന്റെ ഒരു അത്ഭുതം നിന്റെ വീടിനകത്ത്. ശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു. ആന്റിയോട് ദൈവാത്മാവോട് കണ്ണു തുറന്നു. എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയും, ഇന്ന് വീടിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് ഒരു അത്ഭുതം ദൈവം ചെയ്യും. ഏറിയ നാളുകൾ കൊണ്ട് പ്രതീക്ഷിക്കുക. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റാതെ ഷാബാന യേശു പറഞ്ഞത് കേട്ട അവൻ അക്കരയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയത്. വൈകുന്നേരത്ത് ഇറങ്ങി പുറപ്പെട്ടവരാ. 4-ാം യാമത്തിലായിട്ട് എങ്ങും എത്തുന്നില്ല. 3 യാമം കിടന്ന് കറങ്ങുകയായിരുന്നു. 3 യാമം കിടന്ന് കറങ്ങിയെന്നും പറഞ്ഞ് എന്തും ഇങ്ങനെ കറങ്ങുമെന്നൊന്നും വിചാരിക്കരുത്. 4-ാമത്തെ ഒരു യാമം ഉണ്ട്. 4-ാം യാമത്തിൽ നടന്നു വരുന്നവൻ നിന്റെ പടലിൽ കയറും. പല പ്രാർത്ഥനയുടെ ഭാഗമായിട്ടും കറക്കങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. എന്നാൽ ഇന്നത്തെ പകല് ദൈവാത്മാവ് പറയുക, കറക്കങ്ങൾ മാറുന്ന പകലായത്. ശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ യേശുവെ ഒത്തിരി തടസ്സമൊക്കെ കരണ്ട് വന്നും പോയൊക്കെ നിന്നെങ്കിലും ഇപ്പൊ നല്ലൊരു അന്തരീക്ഷം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഈ ഡോറിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നത് ഒരു വിടുതലും കൊണ്ട് നിങ്ങൾ ഇറങ്ങത്തുള്ളൂ. നിങ്ങളെ ബന്ധിച്ച ചണനൂല് പോലെ അടിക്കുമാകുന്ന പകലായിരുന്നു. ഒരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന്, ഒരു വിടുതൽ ഉണ്ടെന്ന് യേശുവെ വിളിച്ചാലേ എല്ലാ നാമത്തിനും മേലായ നാമം അത്ഭുതത്തെ ചെയ്തു. സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവത്തോട് സംസാരിക്കുക. അനുവദിക്കുക, മാനസിക ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുക. ജീവിതത്തിനൊരു മാറ്റമില്ല, കുടുംബത്തിനൊരു മാറ്റമില്ല. വല്ലാതെ ബന്ധിച്ചു നിന്ന ചില ഭാരങ്ങൾ
ജീസസ്. ഞാൻ ഈ പകൽ ആത്മാവിൽ ദർശിക്കുന്നത് ഒരു സ്പിരിച്വൽ ഫ്രീഡമാണ്, ഒരു ആത്മീക സ്വാതന്ത്ര്യമാണ്. അത് ശരീരത്തിൽ വെളിപ്പെടും, അത് കുടുംബത്തിൽ വെളിപ്പെടും, അത് ചിന്താഗതിക്കകത്ത് വെളിപ്പെടും. ഇന്നും പകല് വരെ ആക്രമിക്കുന്ന ആ നെഗറ്റീവ് തോട്ട്സ് കാരണം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ദൈവശക്തി അവതരിക്കും. പാപം ബന്ധിച്ചിരിക്കുന്ന വീട്, രോഗം ബന്ധിച്ചിരിക്കുന്ന വീട്, അന്ധകാരം ബന്ധിച്ചിരിക്കുന്ന വീട്, ആത്മീക ക്ഷീണാവസ്ഥയിലൂടെ നയിക്കപ്പെടുന്ന ആളുകൾ, ഇവരെല്ലാം കണ്ടുകൊണ്ടാ യേശു വിളിച്ച് അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എന്റെ അടുക്കൽ നോക്കുക, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ഞാൻ സൗമ്യത താഴ്മയുള്ളവൻ, എന്റെ മുഖമേറ്റെടുക്കുക. നിങ്ങളുടെ ഭാരങ്ങളെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവാ? എടുത്തു മാറ്റാൻ പോവാ. എന്താ എന്റെ മുഖത്തിന്റെ പ്രത്യേകത? എന്റെ മുഖം മൃദുവും എന്റെ ചുമട്, ഞാൻ ഇന്ന് പോലെ പറയുന്നത് ഈസി യോക്ക്, ലഘുവായ മുഖം. ഈ കാലത്തെ മനുഷ്യരെല്ലാം ഇഷ്ടപ്പെടുന്നത് ലൈറ്റ് വെയിറ്റ് അല്ലേ? അല്ലേ? ബാഗാണ് ലൈറ്റ് വെയിറ്റ്, മൊബൈലാണ് ലൈറ്റ് വെയിറ്റ്, ചപ്പലാണ് ലൈറ്റ് വെയിറ്റ് അല്ലേ? ഐപാഡാണേലും പറ ലൈറ്റ് വേണ്ട. ഫുഡ് വൈകിട്ട് എന്തോ കഴിച്ചു, അച്ഛൻ പറയുമോ ലൈറ്റ് ആയിട്ട് 5 പൊറോട്ട 5ആണേലും കർത്താവ് പറയാം എന്റെ മുഖത്തിനും എന്തോ ഇല്ല ഭാരം. ഏതാ ഈ ഭാരമില്ലാത്തത്? ഒന്ന് വായിച്ചേ, 1 യോഹന്നാൻ 5:3. നമ്മുടെ മെസ്സേജിന്റെ സമാപന ഭാഗത്തോട് വരുന്നു. 3 അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. കണ്ടോ? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ എന്തോ ഇല്ല. അപ്പൊ നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ലഘുവായ മുഖം എന്ന് പറയുന്നത് ഏതാ? അവിടുത്തെ കൽപ്പന, ഭാരമില്ലാത്ത കൽപ്പന. ഏതൊക്കെയാ ഭാരമില്ലാത്ത കൽപ്പന? 5:1 മുതൽ വായിച്ച്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അതെ, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനല്ല അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. കണ്ടോ? യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ല ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനല്ല അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്നതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളത്. അപ്പൊ 2 കൽപ്പനയാണ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്നത്. ഒന്ന് ദൈവത്തെ സ്നേഹിക്കും, മറ്റൊന്ന് മനുഷ്യനെ സ്നേഹിക്കും. എത്ര സിമ്പിൾ അല്ലേ? അപ്പൊ 2 കൽപ്പന എന്തൊക്കെയാ? പിന്നെ അപ്പൊ ആരാധനകളൊക്കെ എന്തിൽ നിന്നാണ്? അതാ മിക്കവാറും എല്ലായിടത്തും ആരാധിക്കുന്നത് ഭയം. ആരാധനക്കാരെ എടുത്ത് പഠിച്ച രണ്ട് രീതിയിൽ ആരാധിക്കണം. ഒന്നീ ഭയം, അല്ലെ ഇടിവെട്ടുമ്പോ അറിയാതെ സ്വന്തം പറയും അല്ലെ? പറ വേണ്ട. ഇത്ര അനങ്ങാതിരിക്കുന്നവരൊക്കെ അനങ്ങാൻ ഒരു വഴിയും. ഇതിനകത്ത് ആർക്കെങ്കിലും ഒരു ഭൂതം കളയാൻ മതി. എല്ലാവരും യേശുവിന്റെ അല്ലേ? എന്നാ കാര്യം? ഭൂതം കളയുന്നുള്ള ആത്മാർത്ഥം കൊണ്ടൊന്നുമല്ല, ഇളകിയ ഭൂതം എന്റെ മേൽ. എപ്പം ഭൂതം കയറുന്ന ഒരു ഉറപ്പില്ലാത്തൊരു കൂട്ടർക്കാണ് നമ്മളെ. എപ്പം വേണേലില്ല അല്ലെ? യോഗം സമയത്ത് തീർന്നില്ല, പിതുക്കെ അങ്ങോട്ട് കയറാൻ തുടങ്ങും. ഞായറാഴ്ചത്തെ യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ചിട്ടയ്ക്കനുസരിച്ചുള്ള കൂട്ടാൻ, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളകുന്ന സ്വഭാവമൊക്കെ മാറണം. അതിനൊറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ തന്നെ വഴി കൊടുക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഞങ്ങളുടെ സഭയിലെ പണ്ട് ഇതുപോലൊരു യോഗത്തിനിടെ ഭൂതമുള്ളത് ഞാൻ ഓർക്കുന്നത്. ഒരു സഭായോഗത്തിന് നടക്കാം, സങ്കീർത്തനം വായിച്ചു പാട്ട് പാടിയപ്പോൾ ഈ ഭൂതം ഇളകുമ്പോൾ സാധാരണ ഈ പഴയ ബന്ധുക്കൂസുകാർക്കറിയാം, ഈ ഇളകി നിൽക്കുന്ന ഭൂതത്തിന്റെ വട്ടം കൂടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം? ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥന ആരാധന ഇങ്ങനെ നീളുക.
പക്ഷെ ആരാധിച്ചൊരു തളർന്നതല്ലാതെ എന്റെ പൊന്നച്ച ഭൂതത്തിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ശക്തി കൂടിക്കൊണ്ടിരിക്കുക. 11:15 ഇളകിയ ഭൂതം 12 12:15 12:45. ഈ ആരാധിച്ചൊരു മടുക്കുന്നു, പിന്നെയും പാട്ടെടുത്തു. ഭൂതം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. 12:45 ഞങ്ങൾ ഒരു ഉണ്ണിച്ചാനുണ്ടായി. ഉണ്ണിച്ചാൻ നല്ല മനുഷ്യനാണ്. പക്ഷെ ഉണ്ണിച്ചാൻ ഒത്തിരി നേരം ആരാധിച്ചു, തിരിച്ചു പോയി വെള്ളം കുടിച്ചു, ഫ്ലാസ്കിൽ നിന്ന് വെള്ളം കുടിച്ചു, പിന്നെയും വന്ന് ആരാധിച്ചു, പിന്നെയും പോയി വെള്ളം കുടിച്ചു. പലവട്ടം ചെയ്തിട്ടും ഭൂതത്തിന് ഒരു മാറ്റവും. 12:45 ഉണ്ണിച്ചാന് മനസ്സിലായി ഈ ഭൂതം ഇങ്ങോട്ട് പോത്തുമില്ല, ഈ യോഗം 1 മണിക്ക് തീരത്തില്ല. ഈ യോഗം 1 മണിക്ക് തീരത്തില്ലെന്ന് ചിന്തിച്ചപ്പോഴത്തേന് ഉണ്ണിച്ച ഭൂതത്തെക്കാട്ടിലാണ് ചേച്ചി ആരാധിക്കുന്നവരുടെ നേരെ എന്ന് ചോദിക്കുക, എന്താ ഈ കാണിക്കുന്ന? കുറെ നേരമായിരുന്നു. അന്നേരത്തെ ആരാധിച്ചവരല്ല ആരാധന എന്ത് ചെയ്തു, നിർത്തി. പെട്ടെന്ന് ഉണ്ണിച്ച ദേഷ്യപ്പെട്ട് പറയും, ഒരു വഴിയൊന്നിട്ട്. വഴിയിട്ടെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഈ വട്ടം കൂടി ഒരു മറിയച്ച് ഇതുപോലെ ഒരു വഴിയിട്ടു. വഴിയിട്ടപ്പോ ഭൂതത്തെ തോണ്ടി ചുണിച്ചാൻ പറയാം, എടുതേ വഴി കിടപ്പിട്ട് പൊക്കോളാൻ പറയും. അന്നേരം ഭൂതം പോകാത്തതിന്റെ കാര്യം എന്നാ? അത് തന്നെയാണ് ഈ പറഞ്ഞു വന്നത്. നമ്മൾ വഴി കൊടുത്തേക്കാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ പറ ഇവിടുന്ന് വലിയ ആരാധനയൊക്കെ ആരാധിച്ചു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഭാര്യയോട് പറയുന്നത്, ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, എന്റെ വല്യപ്പന്റെ മുൻകോപം എനിക്ക്. അങ്ങേര് പെന്തിക്കോതുകോളിന്റെ പടി പോയിട്ട് കള്ളുഷാപ്പിന്റെ അകം മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങേറെ സ്വഭാവം ഉണ്ടെന്ന് അച്ഛൻ അവകാശപ്പെട്ട ഭൂതം പോവച്ച. അപ്പൊ വഴി കൊടുത്തേക്കാങ്കിൽ നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്തോളൂ. ഞാനീ പറഞ്ഞു വന്നത് പേടിച്ചൊന്നുമല്ല ആരാധിക്കേണ്ടത്. എങ്ങനെ ആരാധിക്കണം? ഈ പേടി വരുമ്പോൾ ചൊല്ലുന്നൊരു സങ്കീർത്തനം ഉണ്ടല്ലോ, തിരുവനന്തപുരത്തും അങ്ങനെ തന്നെയാണ്. അല്ലേലും അങ്ങനെ 90ന്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് 91ന്റെ മൊത്തം ഒരു പേടി. ഞാൻ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ യോത്തിനൊക്കെ ഇരിക്കുമ്പോൾ ചുമ്മാ കോട്ടുവായും വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കുന്നവരുടെ ഇടയിലൊന്നും ഇരിക്കരുത്. നല്ല ജീവനുള്ള ദൈവമക്കളുടെ അടുക്കലേ പോയി എന്ത് ചെയ്യണം. ഈ 91ാം സങ്കീർത്തനം പേടി എന്നുള്ളൊരു സങ്കീർത്തനം അല്ല. ശരിക്കും പറഞ്ഞ അതിന് 2 പശ്ചാത്തലമുണ്ട്. മോശ എഴുതിയാന്ന് എല്ലാരും പറയും. പക്ഷേ യഹൂദ ധർമ്മശാസ്ത്രം പഠിപ്പിക്കുന്ന വേദശാസ്ത്രജ്ഞന്മാർ മോശയേക്കാൾ കോണ്ടസ്റ്റിൽ ഈ സങ്കീർത്തനത്തെ ബന്ധിപ്പിക്കുന്നത് ആരുമായിട്ടാണെന്നറിയാമോ? ദാവീദുമായിട്ടാണ്. അങ്ങനെ ദാവീദുമായിട്ട് ബന്ധിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. വിമർശിക്കരുത്, കാര്യം മനസ്സിലാക്കി. നമ്മൾ പുരാതനമായി പഠിച്ചു വന്നത് മോശയാണെന്നാ പറയുന്നത്. പക്ഷെ കോണ്ടസ്റ്റിൽ ഇവർ ഇതിനെ ദാവീദുമായി ബന്ധിപ്പിക്കാറുണ്ട്. എഴുതിയത് മോശയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ അന്വർത്ഥമായത് ആരുമായിട്ടുള്ള ബന്ധത്തിലാണ്, ദാവീദുമായിട്ടുള്ള ബന്ധത്തിലാണ്. എന്നാ കാരണം എന്ന് ചോദിച്ചാൽ, യഹൂദന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായ ഈ കുഞ്ഞിനെ അവർ 5ാമത്തെ വയസ്സിൽ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത്. എത്ര നിയമമാണ് ന്യായപ്രമാണം? 613 നിയമം. 10 കൽപ്പന ഉൾപ്പെടെ 613 നിയമം. പുറപ്പാട് പുസ്തകവും ലേവ്യ പുസ്തകമായിട്ട് പറഞ്ഞു വരുന്നത് മൊത്തം എത്ര നിയമമാണ്? 613 നിയമം. ഇത് പഠിപ്പിക്കുന്ന ആദ്യ മേൽനോട്ട് നോക്കി അപ്പനാ വഹിക്കുന്നത്. ദൈവം എൽ ഷദായി ആണെന്ന് മക്കളെ ആദ്യം പഠിപ്പിക്കുന്ന ആരാ? അപ്പൻ. പിന്നെ അറിവുള്ള ശാസ്ത്രിമാര് പഠിപ്പിക്കും. പഠനമെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞാണല്ലോ ഇവര് വലിയൊരു ഫംഗ്ഷൻ ആണ്. ഇതുപോലെ ഒരു ഓഡിറ്റോറിയം ഒക്കെ എടുത്തു, അല്ല വലിയ ഗ്രൗണ്ടിലോ ഈ ഫംഗ്ഷന് പഠിപ്പിച്ചോരും കൊച്ചിന്റെ കൂടെ പഠിച്ചോരും പിന്നെ പറഞ്ഞ ബന്ധുക്കൾ എല്ലാരും വന്നിരിക്കും. അപ്പനും മോനും ഇവിടെ സ്റ്റേജിലോട്ട്. ആദ്യം ദൈവം എൽ ഷദായി ആണെന്ന് മോന് പറഞ്ഞു കൊടുത്തത് അപ്പനെ. അപ്പൻ മോനെ അനുവദിക്കും ദൈവത്തെ കുറിച്ച് പറയാം. മോൻ ഒരു സൈഡിൽ നിന്ന് പിതുക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ശാസ്ത്രിമാരുടെ ചോദ്യങ്ങൾ അവനതിന് തെളിമയോട് ഉത്തരത്തിനനുസരിച്ച് അവരവന് സമ്മാനം. ഒളിവ് ഭയങ്കര മട്ടൻ ബിരിയാണി ഒക്കെ കഴിച്ചേച്ച് അവര് പിരി. അങ്ങനെ ദാവീദ് എന്ന് പറയുന്ന ഒരു അപ്പൻ. അപ്പൊ ഒരു മോനുണ്ടായി. എന്താ മോന്റെ പേരെന്നറിയാമോ? ശലോമോൻ. ആരാ ആദ്യം പഠിപ്പിച്ചത്? അപ്പൻ. പിന്നെ അറിവുള്ളവരൊക്കെ പഠിപ്പിച്ചു. ജ്ഞാനിയായ ശലോമോൻ ന്യായപ്രമാണത്തിൽ നിപുണനായി. പഠനമെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഞാൻ മുമ്പേ പറഞ്ഞ ഫംഗ്ഷൻ നടക്കുക സാറേ. അപ്പനും മോനും എല്ലാം കൂടെ സ്റ്റേജിൽ കയറിക്കുമ്പോ എല്ലാരും കേക്കെ ശലോമോനോട് അപ്പം പറയാം 91ാം സങ്കീർത്തനത്തിന്റെ 1ാമത്തെ വാക്യം. എന്താ വാക്യം? എടാ മോനെ ശലോമോനെ, അത്യുന്നതനായൊരു ദൈവമാ. ഇന്നലകളിൽ എന്റെ ജീവിതത്തിന് നേരെ നിരവധി കാറ്റുകളും വെയിലുകളും ഒക്കെ ആഞ്ഞടിച്ചപ്പോ എനിക്ക് തണല് നൽകിയ
എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? എന്റെ ദൈവമായി എനിക്ക് തണല് നൽകിയതെന്ന് ഈ ഡിസംബർ മാസം 11-ാം തീയതി 1 മണിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ വലത്തെ കരകെത്തി പറ, എന്റെ ദൈവം അത്യുന്നതനോ. 91 ശലോമോൻ പറഞ്ഞപ്പോ സാറേ 91-ന്റെ 2 ആര് പറയാന്നറിയോ? സോറി, 1 ദാവീദ് പറഞ്ഞപ്പോ 91-ന്റെ 2 ആര് പറയാന്നറിയോ? ശലോമോൻ. എന്നാ പറഞ്ഞേ? അപ്പം പറഞ്ഞു, ഈ ദൈവമില്ലേപ്പാ, ഈ ദൈവത്തെ കുറിച്ച് ഞാൻ പറയും. എന്താ? അവിടുന്ന് എന്റെ സങ്കേതവും കോട്ടയും. അപ്പൊ അപ്പനും അമ്മയും ഒക്കെ ദൈവം ഉന്നതനാന്ന് എപ്പോഴും ഒക്കെ പറഞ്ഞോണം. എപ്പോഴേലും പിള്ളേർ പറഞ്ഞോളൂ, ഈ ദൈവം എന്റെ കോട്ടയാണ്. നമ്മളിത് പറയാത്തിടത്തോളം കാലം പിള്ളേർ ഇത് പറയത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എവിടൊക്കെ പറയാൻ അവസരമുണ്ടോ അവിടെ എല്ലാം നിന്ന് ഉറക്കെ പറഞ്ഞോണം, ദൈവം അത്യുന്നതനാണ്. ഇത് പറഞ്ഞപ്പോ 91-ന്റെ 2 ആര് പറയാ? ഇത് കേട്ടപ്പോഴത്തേക്ക് 91-ന്റെ 3 മുതൽ ആര് പറഞ്ഞു തുടങ്ങി? എടാ കുഞ്ഞെ, നീ പറഞ്ഞില്ലടാ ദൈവത്തിന്റെ സങ്കേതമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാം, അവൻ നിന്നെ വേട്ടക്കാരന്റെ പറ നാശകരമായ ചേർന്ന് പറ തൂവല് കൊണ്ട് വിശ്വസ്തത നിനക്ക് രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 3 മുതൽ 8 വരെ ആര് പറയാന്നറിയോ? ദാവീദ്. ഇത് കേട്ടപ്പോഴത്തേന് 9-ാം വാക്യം ആര് പറയാ? ശലോമോൻ. എന്നാ പറയുന്നത്? യഹോവേ, നീ എന്റെ അപ്പനും അമ്മയൊക്കെ വിടുതൽ പറഞ്ഞാലേ പിള്ളേര് പറയത്തുള്ളൂ ദൈവം എന്റെ സങ്കേതമാണ്. പറഞ്ഞോണം, ദൈവം ചെയ്ത വിടുതലൊക്കെ ഒന്ന് വാദോരാതെ പറഞ്ഞു. 9-ാം വാക്യം ശലോമോൻ പറഞ്ഞു കേട്ടപ്പോഴത്തേനും 10 മുതൽ വീണ്ടും പറയാതാവിത്. എടാ കുഞ്ഞെ, നീ പറഞ്ഞില്ലടാ ദൈവം നിന്റെ സങ്കേതമാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയാം, ഒരനർത്ഥവും നിനക്ക് എത്തിയതില്ല. സ്വോത്രം. എന്നാ കാര്യം? ഇന്നലെ എന്റെ ജീവിതത്തിൽ ഒത്തിരി അനർത്ഥങ്ങൾ വന്നായിരുന്നു. സുഖം വന്നു, കരടി വന്നു, ഗോലിയാത്ത് വന്നു, ശൗല് വന്നു, ആരെല്ലാം വന്നു. പക്ഷേ അനർത്ഥങ്ങളൊക്കെ വന്നെങ്കിലും അതൊന്നും എന്നെ തൊടാൻ അനുവദിക്കാൻ എന്റെ കാര്യം എന്നറിയാവോ? പറ. ഒരനർത്ഥവും നിനക്ക് ഒരിക്കലും ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ എടുക്കത്തില്ല. നിന്റെ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് ദൂതന്മാരോട് കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവിടുന്ന് നിന്നെ കൈകളിൽ. ഇതാര് പറയാ? ദാവീദ്. അപ്പൊ 1-ാം വാക്യം ദാവീദ് പറഞ്ഞു, 2-ാം വാക്യം ശലോമോൻ പറഞ്ഞു, 3 മുതൽ 8 വരെ ദാവീദ് പറഞ്ഞു, 9-ാം വാക്യം ശലോമോൻ പറഞ്ഞു, 10 മുതൽ 13 വരെ ദാവീദ് പറഞ്ഞു. 14, 15, 16 എന്താ വാക്യം? അവൻ എന്നോട് പറ്റിയിരിക്കുക, അവനെന്റെ നാമത്തെ അറിയുകയാണ്. ആരാ പറഞ്ഞ? അതാ പറഞ്ഞു തുടങ്ങിയത് മോസസ് പാസ്റ്റർ, ഇടയ്ക്ക് പാടിയത് സഹോദരങ്ങളാ, പിന്നെ പ്രസംഗിച്ചത് വന്ന അനീഷ് പാസ്റ്റർ. പക്ഷെ സ്നേഹിച്ചങ്ങോട്ട് ദൈവത്തെ ആരാധിച്ചാൽ ഈ ആരാധനയ്ക്ക് ആശീർവാദം പറയുന്നത് മനുഷ്യരല്ല. ആരാ? സർവശക്തനായ. എന്താ ദൈവം പറയുന്നത്? അവൻ എന്നോട് പറ്റിയിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, എന്റെ നാമത്തെ ദൈവം വിടുവിക്കുമെന്ന് ഇന്നും പകല് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ഉയർത്തുന്ന നിങ്ങളെ ഈ പ്രശ്നത്തിനകത്തുനിന്ന് ദൈവം വിടുവിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടുവിക്കും. എന്റെ നാമത്തെ അറിയുക, ഞാനവനെ അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാനവന് ദീർഘായുസ്സുകൊണ്ട് ഞാനവന് എന്റെ രക്ഷയെ ഞാനവന് ആര് പറയുക? പറ. അപ്പൊ ഇന്ന് മുതൽ ദൈവം നിങ്ങളുടെ ആരാധനയ്ക്ക് ഒരു ആശീർവാദം പറയണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവം ഒരുത്തനെ ഉയർത്താൻ ശ്രമിച്ച ആർക്കെങ്കിലും താഴ്ത്താൻ പറ്റുമോ? ഇന്ന് നിങ്ങളെ അതിരു മാറ്റാൻ ദൈവം തീരുമാനിച്ച ദിവസം